എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അർഹമറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ 6 കോടിയിലധികം വരുന്ന സൃഷ്ടിജാലങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. അള്ളാഹു കൃത്യമായി പരിപാലിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ്ട് വെറും 8 ലക്ഷത്തോളം മാത്രം സൃഷ്ടികളെ സംബന്ധിച്ചുള്ള പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും പര്യവേഷണങ്ങളും ഗവേഷണങ്ങളും മാത്രമേ പ്രപഞ്ചത്തിൽ ലോകത്ത് ശാസ്ത്രജ്ഞന്മാർക്കിടയിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിലൊക്കെ നടന്നിട്ടുള്ളൂ. ബാക്കി 5,92,00,000 പരം അള്ളാഹുവിന്റെ സൃഷ്ടികളെക്കുറിച്ച്, അള്ളാഹുവിന്റെ വലിയ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിൽ കണ്ടുപിടിക്കപ്പെടുകയോ ആ 5,92,00,000 വരുന്ന ജീവജാലങ്ങളെ കണ്ടുപിടിക്കുകയോ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വലിയൊരു വാസ്തവമാണ്, വലിയൊരു സത്യമാണത്. ഭൗമലോകത്തും ഭൗമാന്തര ലോകത്തും ഗോളലോകത്തും ഗോളാന്തര ലോകത്തുമൊക്കെ മനുഷ്യനറിയാത്ത എത്രയോ രഹസ്യങ്ങളും സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ പ്രിയമുള്ളവരെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ ഒരു വലിയ സത്യം, പ്രപഞ്ചത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവനായി കണ്ടുപിടിക്കപ്പെടുകയോ അതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ നടക്കുകയോ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യുകയുമില്ല എന്നുള്ളതിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് നമ്മുടെ മുമ്പിൽ വളരെ സുവ്യക്തമായ തെളിവാണ്. സൂറത്ത് യാസീൻ നമ്മൾ നിത്യേന പാരായണം ചെയ്യുന്ന ഒരു സൂറ കൂടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിവൈശിഷ്ട്യത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണല്ലോ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വലിയൊരു അത്ഭുതമാണത്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ ഭാഗമാണ് പ്രിയമുള്ളവരെ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളായി, അല്ലാഹുവിന്റെ സൃഷ്ടി ജീവജാലങ്ങളായി എന്തൊക്കെയുണ്ട് എന്റെ പ്രിയമുള്ളവരെ? മൃഗങ്ങളാകട്ടെ, സസ്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അതിനെ മുഴുവനെയും അല്ലാഹു ഇണകളായി സൃഷ്ടിച്ചുവെന്നുള്ളത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വലിയ അത്ഭുതമാണ്. പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിനൊക്കെ ഇണകളുണ്ടെന്നാണ്. ഇണകൾ, ആണിന് പെണ്ണുണ്ട്, രാത്രിക്ക് പകലുണ്ട്, കരയിലേക്ക് പിന്നെ കടലുണ്ട്, ആകാശത്തിന് ഭൂമിയുണ്ട്, എല്ലാം ഖുർആൻ പറയുന്നു മിമ്മാ തുൻബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന മുഴുവനെയും. മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യരിൽ നിന്ന് തന്നെ അല്ലാഹു ഇണകളായിട്ടല്ലേ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അല്ലാഹു പറയുന്നു വമിമ്മാ ലാ യഅലമൂൻ. മനുഷ്യൻ അറിയാത്ത എത്രയോ സൃഷ്ടികൾ, ആ സൃഷ്ടികളെയും അല്ലാഹു പടച്ചിട്ടുള്ളത് എന്റെ പ്രിയമുള്ളവരെ ഇണകളായി കൊണ്ടാണ്. എല്ലാത്തിനെയും അല്ലാഹു ഇണകളായി പടച്ചുവെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നാം ഈ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ബാഹ്യമായ ലോകത്ത് നമ്മൾ കാണുന്ന അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ് സൂര്യൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യനെ പോലൊരു സൃഷ്ടിയാണത്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ഹുവല്ലദീ ജഅലശംസ ളിയാഅ വൽ ഖമറ നൂറാ വഖദ്ദറഹു മനാസില ലിതഅലമൂ അദദസ്സിനീന വൽ ഹിസാബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ജഅലശംസ ളിയാഅ, സൂര്യൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു അത്ഭുതമായ സൂര്യനെ അല്ലാഹു തആല എന്റെ പ്രിയമുള്ളവരെ ഈ പ്രപഞ്ചത്തിന് അല്ലാഹു വെളിച്ചമാക്കിയിരിക്കുകയാണ്. വഖദ്ദറഹു മനാസിൽ, അതിന് അല്ലാഹു പ്രത്യേകമായ
പ്രത്യേകമായ ഒരു റൂട്ട്, ഒരു ഭ്രമണപഥം അതൊക്കെ അല്ലാഹു കൃത്യമായി നൽകിയിട്ടുണ്ട്. എല്ലാം അല്ലേ, രാപ്പകലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ പിന്നെ ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ. രാപ്പകലില്ലെങ്കിൽ പിന്നെന്തിനർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. രാപ്പകലുകൾ അതത് ഹിസാബ്, മാസവും കൃത്യമായി നമ്മൾ മാസം കാണാറുണ്ട്. അതൊക്കെ എന്താ? രാപ്പകലുകളുടെ സ്ഥാനപ്പെടുത്തിയിട്ട് ചന്ദ്രനൊക്കെ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അത്ഭുതമായി ആ സൂര്യനെ അല്ലാഹു പരിചയപ്പെടുത്തുകയും മാത്രമല്ല, ഒട്ടേറെ സ്ഥലങ്ങളിൽ ആ സൂര്യൻ എന്ന് പറയുന്ന എന്നെ പ്രിയമുള്ളവരെ കോടാനുകോടി കിലോമീറ്ററുകളുടെ മുമ്പിൽ കൃത്യമായി പറഞ്ഞാൽ 14,95,97,906 കിലോമീറ്ററുകളുടെ സമുന്നതയിൽ ഉദിച്ചു നിൽക്കുന്ന ആ ഏറ്റവും വലിയ സൂര്യനെ കൊണ്ട് അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തന്നെ സത്യം തന്നെ ചെയ്തിട്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والشمس وضحاها والقمر إذا تلاها والشمس സൂര്യനെ തന്നെയാണ് സത്യം. വല്ലുഹാഹാ ആ സൂര്യന്റെ പ്രോജ്വല പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യനെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഈ ഒരു ചുട്ടുപൊള്ളുന്ന സാഹചര്യത്തിൽ കഠിനമായ ചൂടാണ്. എത്രയാ ചൂട്? 35, മാക്സിമം 38. അതിനപ്പുറം ഉണ്ടാവും ഇപ്പോഴത്തെ ചൂട്. നമ്മൾ നരകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട വലിയൊരു ഭാഗമാണത്. നോക്കണം നിങ്ങൾ, കോടാനുകോടി കിലോമീറ്ററുകളുടെ സമുന്നതിയിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സൗരോർജവത്തിന്റെ ആണവ നിലയമായി ശാസ്ത്രലോകം പോലും പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് കൊണ്ട് 1.5 ലക്ഷം ടൺ ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ഊർജ നിലയമായി എന്റെ പ്രിയമുള്ളവരെ സൂര്യൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം. ആ സൂര്യന്റെ 38 ഡിഗ്രി സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ് അല്ലേ? സാധാരണ പാലക്കാട്, പൊള്ളാച്ചി ആ ഭാഗത്തൊക്കെയാണ്, പാലക്കാട് ജില്ലയിലാ സാർവത്രികമായ പിന്നെ സൂര്യാഘാതവും സൂര്യതാപം ഏൽക്കലൊക്കെ. ഇപ്പൊ തിരുവനന്തപുരം ജില്ല നമ്മളൊരു മുഫത്തശ് ഉസ്താദിന് മുപ്പര് തിരുവനന്തപുരം ടൗണിൽ കഴിഞ്ഞ ആഴ്ച യാത്ര മുപ്പരിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. എത്രയാ? 38 ഡിഗ്രി. കോടിക്കണക്കിന് കിലോമീറ്ററുകളുടെ ഏറ്റവും സമുന്നതിയിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ലല്ലേ? ഇന്നലെ എൻ്റെ മഹലിൽ ഒരാൾ മരിച്ചു. ളുഹറിന് മുമ്പായിട്ടൊരു 11:45-12 മണിക്ക് മറമാടിയിട്ട് ഞാനിങ്ങനെ ദ്വാരൊക്കെയാണ് ഖബറിൻ്റെ അടുത്തുനിന്ന്. പഠിച്ചോനെ, ആ വെയിലടിച്ചിട്ട് കൈയൊക്കെ ചുട്ടു പൊള്ളുന്ന അവസ്ഥ. നല്ല പിന്നെ പെട്ടെന്ന് ദ്വാ ഷോർട്ടാക്കി ചുരുക്കിയിട്ട് പെട്ടെന്ന് പോന്നു. സഹിക്കാൻ കഴിയുന്നില്ല. 12 മണി പോലും ആയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു ചൂട് നമ്മൾ ഇവിടെ അസഹനീയമായി അനുഭവിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 1400 മുമ്പ് മാനവലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയെ അങ്ങവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറാ ലൗ കാനൂ യഫ്ഖഹൂൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയുള്ള കാലാവസ്ഥാ നിരീക്ഷകന്മാരും അതുപോലെ തന്നെ ഇവിടെയുള്ള കൃത്യമായ ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകളും ഈ വരുന്ന അല്ലെങ്കിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊടും ചൂടിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് 115 വർഷത്തിനിടയിൽ ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ കഠിനമായ ചൂടാണ് നമ്മുടെ മുമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുല്ലാറു ജഹന്നമ അശദ്ദു ഹറാ. നബിയേ, അങ്ങ് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കണേ, കേവലം എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങള്, 38 ഡിഗ്രിയുടെ ആ ചൂട് നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി സമയത്തിന് മുമ്പുള്ള ആ ചെറിയ ചൂട് പോലും നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നാറു ജഹന്നമ അശദ്ദു ഹറാ. ആ നരകത്തിന്റെ ചൂടുണ്ടല്ലോ, അതാണ് ഏറ്റവും കഠിനമായ ചൂടെന്ന് നബിയേ അങ്ങവർക്ക് പറഞ്ഞു കൊടുക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ.
ആലോചിക്കണം. നരകത്തെക്കുറിച്ച് വഅള് കേൾക്കാനും പറയാനും ഏറ്റവും ഫിറ്റായിട്ടുള്ള ടൈമായത്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ പ്രിയമുള്ളവരെ നരകമെന്താണ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സദസ്സിന്റെ ആ ഒരു ക്വാളിറ്റി വെച്ച് ഒന്നുകൂടി സ്വലാത്തു ഉഷാറാവണം. മഹാനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഉമ്മുൽ ഖുറയുടെ പൂമോനെ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തെ പരകോടി വിശ്വാസികൾ കാണാൻ കൊതിക്കുന്ന പ്രകാശത്തിന്റെ പ്രഭവ കേന്ദ്രമേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, സിഫിലി ജഹന്നമ യാ ജിബ്രീൽ, ജിബ്രീലേ നരകത്തിന്റെ വിശേഷണം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ നരകത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തുമോ ജിബ്രീൽ? അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് പറയുമ്പോ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ഖലഖന്നാറ ഫഔഖദഹാ അൽഫ ആം ഹത്താ ഹമറ. നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചു. ആ നരകത്തെ പടച്ച റബ്ബ് സൃഷ്ടികർമ്മം നിർവഹിച്ചുകൊണ്ട് 1000 വർഷം ആ നരകത്തെ അല്ലാഹു കത്തിച്ചു. ഹത്താ ഹമറ, അതിങ്ങനെ ചുമപ്പുള്ളതായ കടും ചുവപ്പുള്ള അവസ്ഥയിലേക്ക് അതിന്റെ നിറം മാറി. വർഷം 1000 നരകമിൽ തീ കത്തലായി, ചൂടേറ്റു നിറമപ്പോൾ കടും ചുവപ്പുള്ളതായി. ثم أوقدها ألف عام حتى بيض. നബിയെ, അങ്ങനെ ആ കടും ചുവപ്പായിരുന്ന അവസ്ഥയിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 വർഷം ആ നരകത്തെ വീണ്ടും കത്തിക്കുകയാ. ഹത്താ ബിയല്ല, എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ നിറം മാറി വീണ്ടും 1000 വർഷവും കത്തിക്കലായി. അപ്പോൾ ചുവപ്പു നിറം മറിഞ്ഞത് വെള്ളയായി. പിന്നെയും അല്ലാഹു 1000 വർഷം ആ നരകത്തെ കത്തിക്കുകയാണ്. മൂന്നാമതും ചൂടാക്കി വർഷം 1000, അപ്പോൾ കടും കറുപ്പായി അതിന്നു മദതരം. മൂന്നാമതും അല്ലാഹു ആ വെളുത്ത നിറമുള്ള നരകത്തിനെ വീണ്ടും 1000 വർഷം അല്ലാഹു കത്തിച്ചു. അത് കറുത്ത് അന്ധകാര നിബിഡമായ രാത്രിയിലെ ഇരുൾമുറ്റിയ രാത്രി, അത്രയും കടും കറുത്ത അല്ലേ, കൂരിരുട്ടല്ല, അതിന്റെ അപ്പുറം ഒരു പദം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം യസ്കുനു ലഹ്ബുഹാ വലാ യത്ഫു ജംറഹാ, ആ നരകത്തിന്റെ ആരവങ്ങൾ അടങ്ങിയിട്ടില്ല. അങ്ങനെ എന്നെ പ്രിയമുള്ളവരെ, കറുകറുത്ത് കിടക്കുന്ന ഭീമാകാരമായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഐഹികലോക ജീവിതം വലിയ ആഡംബരത്തിലൂടെ അല്ലാഹുവിന് ഇഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം നശിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഭവനമാ പ്രിയമുള്ളവരെ നരകമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നരകത്തെ ഓർക്കാൻ നമുക്ക് സമയമുണ്ടായിട്ടുണ്ടോ? അല്ലേ? നമ്മൾ ആലോചിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ വീടുകളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ എത്രയാ വെള്ളം, മാക്സിമം ഒരു വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഒരു പാത്രത്തിലുള്ള വെള്ളം അത്യാവശ്യം തിളക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളം തിളയ്ക്കുക. ഇൻഷാ അല്ലാഹ് ഭാഗം ഞാൻ ഇൻഷാ അല്ലാഹ് പുറകെ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, അല്ലയോ ജിബ്രീലേ, നീ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പോകണം. ആരാ മാലിക് മോനെ? മൂത്താബായോ?
മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നരകത്തെ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ ആ നരകത്തിൻ്റെ ഇൻചാർജുള്ള ആളാണ്. ആ നരകത്തിന്റെ കൃത്യമായതിന്റെ കാവൽ, ആ ഒരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ മലക്കാണ് മഹാനായ സയ്യിദിന മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പറഞ്ഞു വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? നരകത്തിൽ നിന്ന് ഒരംശം തീ കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ടാ. എന്തിനെന്നറിയുമോ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള തീയെടുക്കാൻ വേണ്ടിയിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്നുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള തീയെക്കുറിച്ച് ചോദിക്കുമ്പോ കുറച്ച് തീ വേണമെന്ന് പറഞ്ഞു. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നിട്ട് കുറച്ച് തീ വേണം. അപ്പൊ ചോദിച്ചു, കം തുരീദു മിനന്നാർ, എത്രയാ വേണ്ടെന്ന് ചോദിച്ചു. നിങ്ങൾ എത്ര കൊണ്ടാ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു. ആര്? മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. അപ്പോൾ ഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഉരീദു മിൻഹാ മിഖ്ദാറ തംറ. തംറ് കാരക്ക, നോമ്പിന്റെ കാലം വരല്ലേ അല്ലേ? ഒരു കാരക്കയുടെ വലിപ്പം തീയാ വേണ്ടത്. നബി അലൈഹി സ്വലാമിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാ, ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉടനെ മാലിക് അലൈഹിസ്സലാം മറുപടി പറയുന്നു, ലൗ അഅതൈതുക മിഖ്ദാറ തംറത്തിൻ ലദാബത്തിസ് സമാവാതു സവഉൽ അർളുഹൂന മിൻ ഹർരിഹാ. അല്ലയോ ജിബ്രീലേ, നിങ്ങൾ എന്നോട് ഒരു കാരക്കയുടെ വലിപ്പം മകനിയാണല്ലോ ഈ നരകത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാനാ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാരക്കയുടെ വലിപ്പം മഗ്നി ഈ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞാ ഈ ഏഴാകാശവും ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അത് ഉരുകിത്തീരുന്നതാണ്. മിൻ ശിദ്ദത്തി ഹർരിഹാ. ആ ഒരു കാരക്കയുടെ വലിപ്പം തീയുടെ പവർ കൊണ്ട് ഏഴാകാശം ഏഴ് ഭൂമി ഉരുകിത്തീരും. അത്രയും തരാൻ കഴിയൂല. അപ്പൊ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാ? ആയത്തുനി നിസ്ഫഹ, പകുതി എന്നാൽ മതി, എത്രയും വേണ്ട. ഒരു കാരക്കേന്റെ വലിപ്പം കൂടിപ്പോയെങ്കിൽ പകുതി മതി. അപ്പോഴോ പറഞ്ഞു ആ മഹാനായ മാലിക് അലൈഹിസ്സലാം മറുപടി പറയുകയാണ്, ലൗ അഅതൈതുക മാ തുരീദു. അല്ലയോ ജിബ്രീലേ, നീ പറയുന്നത് പോലൊരു കാരക്കയുടെ പകുതിയാണ് ഞാൻ നിങ്ങൾക്ക് തീയായി തരുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ലം തൻസിൽ മിനസ് സമാഇ ഖത്റത്തുൻ വലം യംബുതു മിനൽ അർളി നബാതാ. ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഭൂമി ലോകത്തേക്ക് വർഷിക്കുകയില്ല. എന്നിട്ടോ മാത്രമല്ല, ഭൂമി ഒരു വസ്തുവിനെയും മുളപ്പിക്കുകയുമില്ല. ആകാശത്തുനിന്ന് ഒരു തുള്ളി മഴയും പെയ്യൂല, അത്ര പവറാണ്. അപ്പോ അവസാനം ആകെ കൺഫ്യൂഷനാണ്. ഇപ്പൊ എന്താ ചെയ്യാ? നേരെ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ചോദിച്ചു, യാ റബ്ബി, അള്ളാഹുവേ, ഞാൻ എത്രയാ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിന്ന് വാങ്ങേണ്ടത്? പറയുന്നു, അള്ളാഹു പറഞ്ഞു, ഖുദ് മിഖ്ദാറ തംറത്തിൻ ഖുദ് മിഖ്ദാറ ദുർറത്തിൻ മിൻഹാ. ഒരു ചെറിയ ഒരു അണുമണി തൂക്കം, അത്ര മതി ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ഞാൻ വളരെ വിശാലമായ ഹദീസ് ഞാൻ വളരെ ഷോർട്ടാക്കി പറയട്ടെ, സമയത്തിന്റെ പരിമിതി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു അണുമണി തൂക്കം നരകത്തിലെ തീയുമായി വന്നു. പ്രിയമുള്ളവരെ, വഗസലഹാ 70 മറത്തൻ ഫീ 70 നഹറാ. 70 പുഴകളിൽ 70 ജലാശയങ്ങളിൽ 70 പ്രാവശ്യം ആ ഒരു അണുമണി തൂക്കം നരകത്തിലെത്തി. എന്റെ പ്രിയമുള്ളവരെ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയി മുക്കുകയാണ്. 70 പ്രാവശ്യം 70 സമുദ്രങ്ങളിൽ. എന്നിട്ടോ ഒരു വളരെ നല്ല കാഠിന്യമുള്ളൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ആ 70 പ്രാവശ്യം 70 സമുദ്രങ്ങളിൽ കൊണ്ടുപോയി മുക്കപ്പെട്ട ആ ഒരു അംശം തീ അതുകൊണ്ട് വെച്ചപ്പോ ലസാബത്തുൽ ജബൽ, ആ പർവ്വതം പോലും എന്റെ പ്രിയമുള്ളവരെ ഉരുകിയിട്ട്
ആ കൊണ്ടുവന്ന തീ എന്ത് ചെയ്തു? ആ പർവ്വതത്തിൽ പോലും താങ്ങാൻ കഴിയാതെ അല്ലേ. ഒരു കല്ല് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വേറൊരു വിഷയം ബന്ധപ്പെടുത്തി ഞാൻ പറയാം. നിങ്ങൾ ആലോചിക്കണം, ആ നരകത്തിലെ കൊണ്ടുവന്ന തീ മുഴുവനും നരകത്തിലേക്ക് മടങ്ങുകയും അവിടെ ശേഷിച്ച ബാക്കി പുകയും അതിൻ്റെ അംശങ്ങൾ അതുമാത്രമാണ് ഇലാ യൗമിന ഹാദാ ഓരോ മനുഷ്യനും ഫബഖിയ ദുഖാനുഹാ ഫിൽ അഹ്ജാരി വൽ ഹദീദ് ഇലാ യൗമിന ഹാദാ. സുബ്ഹാനല്ലാഹ്. ഇന്ന് പ്രപഞ്ചത്തിൽ മുഴുവൻ മനുഷ്യരും ഉപയോഗിക്കുന്ന തീ ആ പിന്നെ നരകത്തിലേക്ക് മടങ്ങിയ തീയുടെ ബാക്കി ശേഷിച്ച പുകയും അതിൻ്റെ ആ ഒരു അംശവും മാത്രമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കണം, ഇത്രയും കഠിനമായ നരകം അല്ലേ. നോക്കണം നിങ്ങൾ, ഇത് ഓർത്ത് കരയാൻ നമുക്ക് സമയം ഉണ്ടായിട്ടുണ്ട്. ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട്, വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ കഠിനമായ ചൂട് നമ്മൾ അനുഭവിക്കണം. ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ അല്ലേ. ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കുന്നു, അതുപോലെ തന്നെ തണുത്ത പഴങ്ങളും മറ്റൊക്കെ നമ്മൾ. എന്നിട്ട് എന്തിനു വല്ല കുറവുണ്ടോ? സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഈ ഒരു ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും നിമിഷം അല്ലാഹുവേ നരകത്തിൻ്റെ ചൂടെത്ര കാഠിന്യമായിരിക്കും, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നരകത്തിന്റെ ചൂടിനെ കുറിച്ച് പറയുമ്പോ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തം, ഒരു ആയത്ത് നിങ്ങളോട് ഞാൻ ഓതട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ قوا أنفسكم وأهليكم نارا وقودها الناس والحجارة. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അഭിസംബോധന ചെയ്തത് ലോകത്തുള്ള മുഴുവനെയും മനുഷ്യരെ വിളിച്ചുകൊണ്ടല്ല. അല്ലാഹുവിന്റെ ഖുർആൻ അഭിസംബോധന യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യത്തിൽ വിശ്വസിച്ചവരെ, അല്ലയോ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ സ്വശരീരങ്ങളെയും, വഅഹ്ലീകും, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരില്ലേ, നിങ്ങളുടെ പ്രിയപ്പെട്ട സന്താനങ്ങളില്ലേ, ഓ പ്രിയപ്പെട്ട ഭാര്യ സന്താനങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം എന്തെന്നറിയുമോ? വഖൂദുഹന്നാസു വൽ ഹിജാറ, നാളെ ആ നരകത്തിലെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് എന്റെ പ്രിയമുള്ളവരെ ഡീസലല്ല, പെട്രോളല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇന്ധനങ്ങളല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് പോലെ വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളുമാണ്, മനുഷ്യരെയും കല്ലുകളെയുമാണ് നരകത്തിലെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നതെന്ന് പറയുമ്പോ ഇന്നത്തെ ദിവസവും ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദുമാര് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് രണ്ടാമത്തെ ഖുത്ബയുടെ അവസാന ഭാഗത്തിന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്തില്ലേ? അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻ ഹതബിന്നാർ. അല്ലാഹുവേ, എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ബഹുമാനപ്പെട്ട ഉലമാക്കൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻ ഹതബിന്നാർ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ ആരെയും നീ നരകത്തിന്റെ വിറകുകൊള്ളികളാക്കല്ല അല്ലാഹ്. അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻ ഹതബിന്നാർ. ഹതബ് എന്ന് വെച്ചാൽ എന്താ? വിറക്. ഞങ്ങളെ ആരെയും നീ നരകത്തിലെ വിറക് കൊള്ളികളാക്കല്ലേ അല്ലാഹ് എന്നുള്ള ദുആയ. അല്ലാഹുമ്മ ലാ തജ്അൽനാ, അല്ലാഹുമ്മ ലാ തശ്വി ഖൽഖന, ഞങ്ങളെ നീ ശവായി ആക്കല്ലേ എന്ന്. ശവായി നമുക്കിപ്പോൾ അതല്ലേ തിരിയുള്ളൂ. നമ്മൾ എത്ര ചൂടാങ്ക നമ്മളെന്താ ഈ കോഴിയും ചിക്കനൊന്നും വിടുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വിടലല്ല, ഇങ്ങോട്ട് ഉള്ളിൽ വിടുന്നതിനാ പറഞ്ഞ, അതിന് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചൂട് സമയമാകുമ്പോൾ നമ്മൾ ഇറച്ചിക്ക് കുറയ്ക്കലേ മാക്സിമം നല്ലത്. നല്ലോണം വെള്ളം കുടിക്കാൻ, നല്ല പച്ചക്കറി കഴിക്കാൻ, അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ. ഇപ്പം എന്താ, കോഴി ഒന്നാമത് ചൂടാണ്. ഇനിയിപ്പോൾ മൂലാര് വന്നിട്ട് കോഴി കഴിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നാരും അങ്ങനെ ആരും വിചാരിക്കണ്ട കേട്ടോ.
ചൂടിൻ്റെ ഒരവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു പ്രാർത്ഥന നിങ്ങൾ ആലോചിക്കണം അല്ലേ. ഒരു വെള്ളം തിളയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 ഡിഗ്രി സെൽഷ്യസ് മതി. പ്ലാറ്റിനം എന്ന് പറയുന്നൊരു മെറ്റീരിയൽ അല്ലേ, പ്ലാറ്റിനം ചൂടാവാൻ എത്ര വേണ്ട? 950 ഡിഗ്രിയിൽ ചൂടാക്കിയാലേ പ്ലാറ്റിനം ചൂടാവുള്ളത് ഉരുകുള്ളൂ. എങ്കിൽ നമ്മൾ ആലോചിക്കണം, ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഒരു കല്ലെടുത്ത് നിന്നിട്ട് ആ കല്ലിനെ നിങ്ങൾക്ക് കത്തിക്കാൻ കഴിയുമോ? ഒരു കല്ലിന് തീ പിടിക്കണമെങ്കിൽ എത്രയാണ് വേണ്ടത്? സാധാരണ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ വെള്ളത്തിൻ്റെ പാത്രം നമ്മുടെ സഹോദരിമാർ പിടിക്കണമെങ്കിൽ തുണി 4 മടക്കിയിട്ട് പിന്നെ എടുക്കാം അല്ലേ. എങ്കിലോ ഒരു കല്ലിൻ്റെ പ്രിയമുള്ളവരെ കത്തണമെങ്കിൽ 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കണം. 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസിന് താഴെ ഒരു കല്ല് കത്തൂല. നിങ്ങൾ ആലോചിക്കണം, നരകമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തി അറിയിച്ച വലിയൊരു സംഗതിയല്ലേ അല്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നരകത്തെ സൃഷ്ടിച്ചത് മുതൽ ഒരൊറ്റ പ്രാർത്ഥനയിൽ പോലും അള്ളാഹുവിനോട് നരകത്തിനെ തൊട്ട് കാവലിനെ തേടാതിരുന്നിട്ടില്ല. എല്ലാവർക്കും മനഃപ്പാടമുള്ള ഏത് സാധാരണക്കാരനും അറിയുന്നൊരു ദുആയാണ് അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ. അതിനവസാനം പറഞ്ഞത് വഖിന അദാബനാർ. അല്ലാഹുവേ, നരകാഗ്നിയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ല, നരകത്തെ തൊട്ട് നീ ഞങ്ങളെ നീ കാത്തുകൊള്ളണേ റഹ്മാനെ. നോക്കണം നിങ്ങൾ, എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം, എത്രയാണ് അതിൻ്റെ ആ വിശാലത. 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാലേ കല്ല് കത്തുകയുള്ളൂ എന്ന് ശാസ്ത്രം അതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഒരു ആയത്ത് ഓർത്തിട്ട് ഒരു മനുഷ്യൻ കരയാതിരുന്നാൽ അവൻ്റെ ഈമാൻ എത്രയാണ്? നിങ്ങൾ ആലോചിക്കണം, എത്ര ബലഹീനമാണ് അവൻ്റെ ഈമാൻ. നോക്കണേ നിങ്ങൾ, മഹാനായ അല്ലാമാ ശിബിലി റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾപ്പെട്ട മഹാനുഭാവനാണല്ലോ അദ്ദേഹം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം നഗരത്തിൻ്റെതായ പ്രാന്തപ്രദേശത്തു കൂടി അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, വിശാലമായ ഒരു മൈതാനത്തിന്റെ, ഒരു കളിസ്ഥലത്തിന്റെ, ഒരു കളിക്കളത്തിന്റെ മധ്യഭാഗത്ത് ഒരുപാട് കുട്ടികൾ, കൗമാരപ്രായക്കാരായ ഒരുപാട് കുട്ടികൾ അവരുടെ കളികൾ ഇങ്ങനെ രമിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് കളിച്ചുല്ലസിച്ചുകൊണ്ട് ആ കളികളിൽ, ആ വിനോദങ്ങളിൽ മതിമറന്നുകൊണ്ട് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സമപ്രായക്കാരനായ ഒരു കൊച്ചുകുഞ്ഞു, ആ കൗമാരപ്രായക്കാരനായ കൊച്ചുമോൻ ഒരൽപ്പം മാറി നിന്ന് ഒരു മരത്തണലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരയുകയാണ്. അല്ലാമാ ശിബിലി റഹിമഹുല്ലാഹ് ആ കൊച്ചുകുഞ്ഞിന്റെ അടുക്കലേ കോടി വന്നു. അതൊരു മനുഷ്യനുണ്ടാകേണ്ട സംഗതിയാണ്, കുഞ്ഞുങ്ങളോട് കരുണ അല്ലേ. നമ്മളിൽ പല ആളുകൾക്ക് അത് ഇല്ലാതെ പോകുന്ന വലിയ സങ്കടമാണ് അല്ലേ. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. നമ്മളെ പള്ളിയിലൊക്കെ ചിലപ്പോൾ ആരും വിവാദമൊക്കെ നമ്മളെ പള്ളിയിലൊക്കെ ചിലപ്പോൾ കൊച്ചുകുട്ടികൾ, ഇപ്പോൾ ആണുങ്ങൾ വലിയ ആൾക്കാരെ മുമ്പ് 1-ാം സഫയിൽ കയറി നിൽക്കാൻ പഠിക്കുമ്പോൾ കുട്ടികളെ ആവേശത്തോടെ കുറയ്ക്കുമ്പോൾ അങ്ങനെ എന്താ കയ്യും കാലൊക്കെ കാണിച്ചിട്ട്, അതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഒരു മനുഷ്യൻ സഫിൽ കയറുന്ന പിടിച്ചു മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പാടില്ലെന്നാണ് ഞാൻ കണ്ട വലിക്കലുണ്ടത്. കുട്ടികളോട് കരുണ വേണമെന്നാ, അങ്ങനെ വേണം. എൻ്റെ നാട്ടിൽ ഒരു ചെറിയ ഏകദേശം ഒരു 7-8 വയസ്സൊക്കെ കഷ്ടിച്ച് വരും. സുബൈക്ക് തന്നെ മൂപ്പര് നേരത്തെ പള്ളിയിലെത്തും, കൊച്ചുകുട്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലുഹറിനൊക്കെ കുട്ടി വരുമ്പോൾ രാവിലെ സുബൈക്ക് എണിക്കണില്ല, കുട്ടി ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഉറങ്ങും, ഇങ്ങനെ നല്ല തൂങ്ങി ഉറക്കും. അപ്പം കുറേ കാരണവന്മാരുണ്ടാവും, ഇങ്ങനെ കുത്തൽ അവിടെ കുത്തൽ. എന്തിനാ നമ്മളതൊക്കെ ചെയ്യണം? കുട്ടികളോട് നമ്മളെപ്പോഴും കരുണയോടെ പെരുമാറാം. അപ്പോൾ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഒരു പ്രത്യേക താല്പര്യം അല്ലേ. നമുക്കറിയാം, നബി തങ്ങൾ ഒരു ദിവസം പിന്നെ പരിശുദ്ധമായ പെരുന്നാൾ ദിനത്തിൽ പോവുകയും ഒരു കുട്ടി കരയുന്നത് കാണും. ആ ചരിത്രം നമുക്കൊക്കെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാമാ ശിബിലി റഹിമഹുല്ലാഹ് ആ പൊന്നമോൻ അടുക്കലേക്ക് വന്നുകൊണ്ട് തലോടിക്കൊണ്ട് ചോദിക്കുന്ന, പൊന്നമോനെ, എന്തിനാ നീ വ്യസനിക്കുന്നത്? എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? എന്തിനാ പൊന്നമോനെ നീ പ്രയാസപ്പെടുന്നത്? നിന്റെ സമപ്രായക്കാരായ ആളുകൾ ആ കളയിൽ കൂട്ടാത്തത് കൊണ്ടാണോ നീ കരയുന്നത്? നിന്നെ ആ വിനോദങ്ങളിൽ നിന്നെ പങ്കെടുപ്പിക്കാത്തത് കൊണ്ടാണോ? അതല്ലേ നിനക്ക് വിശന്നിട്ടാണോ? ആ പൊന്നുമോനോട് കാര്യമന്വേഷിക്കുമ്പോ എന്നിട്ട് ആ പൊന്നുമോനോട് പറഞ്ഞ, മോനെ, നിന്നവരെ കളിയിൽ കൂട്ടാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അവരോട് പോയിട്ട് റെക്കമെൻഡ് ചെയ്യണോ? ഈ കുട്ടിയെ കൂടെ ഒന്ന്, കുട്ടികളെ നിങ്ങൾ കളിക്കുന്നതിൻ്റെ കൂടെ ഈ കുഞ്ഞുമോനെ കൂടെ ഒന്ന് കൂട്ടിക്കോളി, ഞാൻ നിന്നെ കൊണ്ടുപോയി പറയണോ?
വലിയ സ്നേഹത്തോടെ കാരുണ്യത്തോടെ മഹാനായ അല്ലാമാ ശിബിലി റഹിമഹുല്ലാ ആ പൊന്നമോന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് ചോദിക്കുമ്പോ, അല്ലയോ അല്ലാമാ ശിബിലി തങ്ങളെ, അവരെന്നെ കളിയിൽ കൂട്ടാത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, എനിക്ക് വിഷമമുണ്ടായതോ, എനിക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല. ഇന്നലത്തെ വൈകുന്നേര സമയം അല്ലയോ അല്ലാമാ ശിബിലി തങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വൈജ്ഞാനിക മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണമുണ്ടല്ലോ, ഓ പ്രഭാഷണത്തിൽ നിങ്ങൾ ഓതിയ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തുണ്ടല്ലോ, ആ ആയത്തോർത്തുകൊണ്ടാ ഞാൻ കരഞ്ഞു പോയത്. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രായപൂർത്തിയോടടുത്ത കുഞ്ഞുമോനെ കരയിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് എന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. നാളെ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ആ ആയത്തങ്ങ് ഓതിക്കൊണ്ടതിനെ കുറിച്ച് അതിന്റെ വിശദീകരണങ്ങൾ വാഴ് പറഞ്ഞല്ലോ. ആ വാഴന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, ആ നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് ഈ ഭൂമിയിലുള്ള മനുഷ്യരെയും കല്ലുകളെയുമാണെന്നങ്ങ് പറഞ്ഞല്ലോ. അതോർത്തപ്പോഴാണ് ഞാൻ എങ്ങനെ കരഞ്ഞു പോയത്. അപ്പൊ അല്ലാമാ ശിബിലി തങ്ങൾ ആ കുഞ്ഞമോനോട്, ആ കുഞ്ഞമോനെ സാന്ത്വനപ്പെടുത്തി സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, അല്ല മോനെ, അത് വലിയ ആളുകളെ കുറിച്ചാ പറഞ്ഞത്. പക്വതയുള്ള പ്രായപൂർത്തിയായിട്ട് അങ്ങനെ അള്ളാഹു ധിക്കരിച്ച വലിയ വലിയ ആളുകള്, അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു ആ നരകത്തിലിട്ട് ആ നരകത്തിന് വിറകുകൊള്ളികളാക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞമോന് മഹാനായ അല്ലാമാ ശിബിലി റഹിമഹുള്ളയോട് പറയുകയാണ്, അല്ലയോ അല്ലാമാ ശിബിലി തങ്ങളെ, നിങ്ങൾ പറഞ്ഞു ശരിയാണ്, പക്ഷേ എന്റെ പ്രിയപ്പെട്ട മാതാവ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുപ്പ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ വിറകുകൾ എടുത്തു വെക്കുമ്പോ, അഥവാ ആ വലിയ വിറകുകൊള്ളികൾ കത്താതെ ഒരവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിറകുകൊള്ളികളിൽ, ചെറിയ ചെറിയ അളവിലുള്ളതായ വിറകുകൊള്ളികളിൽ തീ കൊളുത്തിയിട്ടാണ് ആ വലിയ വിറകുകളുടെ ഇടയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് ആ വലിയ വിറകുകൊള്ളികളെ കത്തിക്കാറുള്ളത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലാമാ ശിബിലി തങ്ങളെ, നാളെ ഈ ഭൂമി ലോകത്തുള്ള വലിയ വലിയ തെമ്മാടികളായ ആരോഗ്യവാന്മാരായ ആരോഗ്യദൃഢഗാത്രനായ വലിയ ആളുകളെ, മനുഷ്യരെ ആ നരകത്തിലെങ്ങാനും അല്ലാഹു കത്തിക്കുമ്പോ ആ തീയെന്ന് കത്താതെ വന്നാൽ ഞങ്ങളെപ്പോലെ കുഞ്ഞുമക്കളെ അല്ലാഹു അതിൻ്റെ ഇടയിലേക്ക് തീ എളുപ്പത്തിൽ കത്താൻ വേണ്ടി തിരുകുമോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ആ പ്രിയപ്പെട്ട പ്രായപൂർത്തിയോടെടുത്ത കുഞ്ഞുമോൻ പോലും അല്ലാമാ ശിബിലി റഹിമഹുള്ളയോട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മറുപടി പറഞ്ഞെങ്കിൽ നമ്മൾ ആലോചിക്കണം, അല്ലേ? നമുക്കത് ഓർക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു കുഞ്ഞു കരഞ്ഞു, അത് ഓർത്തിട്ട് കരഞ്ഞല്ലേ. കല്ല് പോലും കരഞ്ഞ ചരിത്രങ്ങൾ മഹാനായി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ഭാഗത്ത് നിന്ന് പറയാൻ നമുക്ക് സമയമില്ല. എത്ര ചരിത്രങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യാത്രയിലാണ്. കയ്യിലുള്ള വെള്ളം കഴിഞ്ഞു, തോൽപാത്രങ്ങൾ നിറച്ചു വെച്ചിരുന്ന വെള്ളം അവരൊക്കെ അവരുടെ മൃഗങ്ങൾക്ക് കുടിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് കുടിക്കാനും വുളൂ ചെയ്യാനും ഒക്കെ, അവർ അംഗസ്നാനം ചെയ്യാനും ഒക്കെ അവർ കൃത്യമായത് ഉപയോഗപ്പെടുത്തി. വെള്ളം കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബ, ആ കാണുന്ന പാറയുടെ അടുത്ത് പോയിട്ട് ആ പാറയുടെ പുറത്തടിച്ചിട്ട് പറയുക, വുളൂഇന് വെള്ളം വേണം, ഞങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന സഹാബത്ത് പാറയോട് പറഞ്ഞു, പാറ സംസാരിച്ചു എന്ന് കിതാബുകൾ കാണാം, പറഞ്ഞു, അല്ലയോ സഹാബത്തെ, വെള്ളം എൻ്റെ ഉള്ളിലല്ലേ, പാറയുടെ ഉള്ളിലാണ് വെള്ളം ഉണ്ടാവുക, പക്ഷേ നരകത്തിലെ കല്ലുകളെയും കത്തിക്കപ്പെടുമല്ലോ, നരകത്തിന്റെ ഇന്ധനങ്ങളായ കല്ലുകളായ ഞങ്ങളെയും അള്ളാഹു കത്തിക്കുമെന്നുള്ള ആ ആയത്തോർത്തു ഞാൻ എൻ്റെ ഉള്ളിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോയി എന്നൊരു ചരിത്രം മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ എത്രയോ ആളുകൾ നമ്മൾ ആലോചിക്കണം. ഇന്ന് നമ്മൾ ചിരിക്കാനുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ആലോചിക്കാം, അല്ലേ?
വീട്ടിലുള്ള റിയാലിറ്റി ഷോയോ കോമഡി പ്രോഗ്രാമോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചിരിക്കാൻ എന്തെങ്കിലും സുബ്ഹാനല്ലാഹ് ചിരിക്കാൻ കഴിയും മുഅ്മിനീങ്ങളെ. നോക്ക് നിങ്ങൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിലാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ പിന്നെ സഹയാത്രികനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വാനലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കന്മാരും മാലാഖമാരും മുഴുവനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മർഹബ പാടുമ്പോൾ ഒരാൾ മാത്രം ഒരു ഭാഗത്ത് അതീവ ഗൗരവത്തോടെ, ഒരു ചെറു പുഞ്ചിരി പോലുമില്ലാതെ വലിയ ഗൗരവഭാവത്തോടെ ഒരാൾ നിൽക്കുന്നു. അദ്ദേഹം ചിരിക്കുന്നില്ല. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ, ഈ വാനലോകത്തേക്ക് ഞാൻ കടന്നു വരുമ്പോ എല്ലാ നബിമാരും അമ്പിയാക്കന്മാരും അതുപോലെ തന്നെ കോടാനുകോടി മലക്കുകളും എനിക്ക് മർഹബ പാടുമ്പോ, എന്നെ നോക്ക് പുഞ്ചിരിക്കുമ്പോ, എന്നോട് സലാം പറയുമ്പോ ആ നിൽക്കുന്നത് ആരാണ്? ഗൗരവത്തോടെ പുഞ്ചിരിക്കാതെ ഗൗരവഭാവത്തോടെ നിൽക്കുന്ന ആ വ്യക്തി ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ ചോദിക്കുമ്പോ മഹാനായ ജിബ്രീൽ പറഞ്ഞു, ഹാദാ ഇസ്റാഫീൽ. നബിയേ, ആ നിൽക്കുന്നത് മറ്റാരുമല്ല, അത് ഇസ്രാഫീൽ എന്ന മാലാഖയാണ്, മലക്കാട്. അല്ലാഹു തആല നരകത്തെ എന്ന് സൃഷ്ടിച്ചുവോ, ആ നരകത്തെ സൃഷ്ടിച്ചത് മുതൽ പിന്നെ ഇസ്രാഫീൽ ചിരിച്ചിട്ടേയില്ല. ആരാ? നഹ്നു നുസബ്ബിഹു ബിഹംദിക് വനുഖദ്ദിസു ലക്. അല്ലാഹുവിന് വേണ്ടി സദാസമയവും ഇബാദത്തിലും ദിക്റിലും അല്ലാഹുവിന്റെ ത്വഅത്തിലുമായി കഴിയുന്നവർ. നിങ്ങൾ ആലോചിക്കണല്ലേ, മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ എത്ര കരയേണ്ടവരാണ്. ഒരു നിമിഷമെങ്കിലും നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ ആലോചിച്ച്, പഠിച്ചോനെ എനിക്ക് കരയാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? കരയണമെന്നാണ്, മനുഷ്യന്മാരെ കരയണമെന്നാണ്. ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലെങ്കിൽ അവന് പിന്നെ കൽബിന് വലിയ കാഠിന്യമുണ്ടാകുമെന്നാണ്. കാഠിന്യമുള്ള ഹൃദയത്തിൽ ആശ, അങ്ങനെയുള്ള കാഠിന്യമേറെ ഹൃദയങ്ങളുള്ള ശരീരത്തിൽ നിന്നുള്ള കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരൂല, അല്ലേ? കരഞ്ഞവരെത്രയാ മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിക്കണം. മഹാന്മാരായ പിന്നെ പ്രമുഖരായ താബിഈങ്ങൾ, മഹാനായ സയ്യിദ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, ഹസൻ ബസ്രി തങ്ങൾ 300ഓളം സഹാബത്തിനെ കണ്ട വലിയ മഹാനാണ്. സയ്യിദ് താബിഈൻ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അതേ കാലഘട്ടക്കാരനായിരുന്നു മഹാനായ സയ്യിദിന ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്. ഇബ്നു സിരീൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വപ്ന വ്യാഖ്യാനത്തിന്റെ നേതാവാണ് സയ്യിദിന ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്. രണ്ടാളും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാ. 90ഓളം സഹാബികളെ കണ്ട മഹാനാണ് സയ്യിദിന ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്. രണ്ടാളുടെയും സദസ്സിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ്. ഹസൻ ബസ്രി തങ്ങളുടെ മജ്ലിസിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഹൃദയഭേദകമായ, ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന പ്രഭാഷണം കേട്ടാൽ പൊട്ടിക്കരഞ്ഞ് നിലഞ്ഞ് അവിടെ കിടന്ന് നിലവിളിച്ചിട്ടേ എണീറ്റ് പോകുള്ളൂ. അത്രയും കരയിപ്പിക്കുന്ന പ്രഭാഷണമായിരുന്നു സയ്യിദന ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഏത് മനുഷ്യൻ വന്നാലും പൊട്ടിക്കരഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും. മഹാനായ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സ് നേരെ തിരിച്ചാണ്. ഇബ്നു സിരീൻ തങ്ങളുടെ സദസ്സിൽ ഒരാൾ വന്നാൽ പൊട്ടിച്ചിരിച്ച് നമ്മളെന്താ ചിരിച്ച് മണ്ണുപ്പി എന്ന് പറയാറില്ലേ, അങ്ങനെ ചിരിച്ചിട്ടേ പോവുള്ളൂ. അതും ചിന്ത, ചിരിയിലൂടെ ചിന്ത. എങ്കിലോ ചരിത്രം രേഖപ്പെടുത്തുന്നു, തന്റെ സദസ്സിലേക്ക് വരുന്നവരെ പൊട്ടിച്ചിരിപ്പിച്ച് വിടുന്ന ആ മനുഷ്യൻ പോലും ജനങ്ങൾ മുഴുവനും തന്റെ സദസ്സിൽ നിന്ന് ഒഴിവായി താൻ ഏകാന്ത പതികനായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ പൊട്ടി കരഞ്ഞിരുന്നു സയ്യിദന ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്. അവരൊക്കെ ഓർത്തതിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ പരലോകത്തെ ശിക്ഷയോർത്തുകൊണ്ടും നരകത്തെ ഓർത്തുകൊണ്ടുമല്ലേ. നിങ്ങൾ ആലോചിക്കുക, മഹാനായ സയ്യിദന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയല്ലേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ മടിത്തട്ടിൽ ഇങ്ങനെ തലചായ്ച്ചുകൊണ്ട് കിടക്കുകയാണ്. കാന വാളിഅൻ റഹ്സഹു ഫീ ഹിജ്രി ഇംറഅതിഹി. തന്റെ പ്രിയതമയുടെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് കിടക്കുമ്പോ ആ പ്രിയപ്പെട്ടതായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ഭാര്യയുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരുണ്ടല്ലോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുഖത്തെ കെറ്റിവീടുകയാണ്. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങിയിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങളുടെ മടിത്തട്ടിലേക്ക്, ആ മുഖത്തിലേക്ക് കണ്ണുനീരിന്റെ തുള്ളിയിട്ട് വീണപ്പോ ആ പ്രിയപ്പെട്ട മഹാനായ സ്വഹാബി ചോദിച്ചു, പത്രേ
എന്തിനാ നീ കരയുന്നത്? എന്തിനാ പെണ്ണെ നീ കരയുന്നത്? ഇപ്പൊ പറഞ്ഞു, നിങ്ങളെ കരയുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാനും കരയുന്നു. അത് കുടുംബജീവിതവുമായി ബന്ധിക്കേണ്ട ഒരു വലിയൊരു ഉണ്ടാവേണ്ട ഒരു ഭാഗമാണല്ലോ, ഭാര്യയും ഭർത്താവും. അല്ലെ, ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സുഖത്തിലും ദുഃഖത്തിലും രണ്ടാളും പങ്കാളികളാവണമെന്നാ. പക്ഷെ ഇപ്പോഴത്തെ ആധുനിക പെണ്ണുങ്ങളെ നേരെ തിരിച്ചാട്ടോ. എന്താ, ഭർത്താവ് കരയാൻ നമ്മൾ ചിരിക്കും ഉള്ളിൽ. അങ്ങനെ ഉണ്ടാവുമല്ലോ. ചില ആളുകളെ കുറിച്ചല്ല, എല്ലാ ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനല്ല. ഒരു ഭാര്യയായാലും ഭർത്താവിലും രണ്ടാളുടെയും സുഖദുഃഖ സമ്മിശ്രങ്ങളിൽ പങ്കുചേരുന്നവരായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തിരിച്ചു മറുപടി പറഞ്ഞു, അങ്ങ് കരയുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ പ്രിയതമയോട് പറയുന്നു, പെണ്ണേ, ഞാൻ ഈ നിന്റെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് കണ്ണീരൊലിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇന്നീ ദക്കറതു ഖൗലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ ഓർത്തുപോയി. അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ മറിയമിൽ ഇങ്ങനെ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാതീൻ ثم لنحضرنهم حول جهنم جثيا. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫവറബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, ലനഹ്സുറന്നഹും വശയാതീന, പടച്ചവനെ തന്നെയാണ് സത്യം, മനുഷ്യഭൂതവർഗങ്ങളെ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഹശ്ർ അല്ലേ, ഹശ്ർ. എന്നിട്ടോ വലനുഹ്ളിറന്നഹും, അവരെ നാം കൊണ്ടുവരുന്നതാണ്, അവരെ നാം ഹാജരാക്കുന്നതാണ്. എവിടെ എന്നറിയുമോ പ്രിയമുള്ളവരെ? ഹൗല ജഹന്നമ ജിസിയാ, മുട്ടുകുത്തപ്പെട്ടവരായ നിലയിൽ അല്ലാഹുവിന്റെ നരകത്തിന്റെ, അല്ലാഹുവിന്റെ ശിക്ഷയുടെ കേദാരമായ ജഹന്നമെന്ന നരകത്തിന്റെ ചുറ്റുഭാഗത്തായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യബോധ വർഗങ്ങളെ നാം ഒരുമിച്ച് കൂട്ടി അവിടെ ഹാജരാക്കുകയാണ്. എല്ലാവരെയും, ലോകത്തുള്ള സർവ മനുഷ്യഭൂതവർഗത്തിലെ മുഴുവൻ ആളുകളെയും അള്ളാഹു നരകത്തെ കൊണ്ടുവന്നിട്ട് ആ നരകത്തിന്റെ ചുറ്റും മുട്ടുകുത്തപ്പെട്ടവരായ നിലയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ടോ പ്രിയമുള്ളവരെ, നമുക്കാക്കെങ്കിലും ഒരു ചിന്തയുണ്ട് അല്ലേ? നമ്മുടെ ഭൗതിക ലോകത്താണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു വലിയ ഒരു കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി അടയ്ക്കണം, അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെയെങ്കിലൊക്കെ എസ്കേപ്പ് ആവുന്ന സ്വഭാവം നമുക്കുണ്ടാവുമല്ലോ. എങ്കിലോ പരലോകത്ത് അങ്ങനെ രക്ഷപ്പെടാമെന്ന വ്യാമോഹം നമുക്ക് വേണ്ട. ഖുർആൻ ഖണ്ഡിതമായി പറയുന്നു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ഒരൊറ്റ ആളുകളെ പോലും അല്ലാഹു വിടൂല. എങ്ങനെയെങ്കിലൊക്കെ ആൾക്കാരെ ഇടയിൽ കൂടെ, എങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യരും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കിങ്ങനെ എസ്കേപ്പ് ആയാലോ? ആ ചിന്ത വേണ്ട. ഒരൊറ്റാളിനെ പോലും അല്ലാഹു വിടൂല, സർവരെയും കൊണ്ടുവരും. എവിടെയാ കൊണ്ടുവന്ന് അല്ലാഹു ഹാജരാക്കുന്നത്? ജഹന്നമെന്ന നരകത്തിന്റെ ചുറ്റുഭാഗത്താണ്. എന്നിട്ടോ പ്രിയമുള്ളവരെ, ആ കഠിനമായ നരകാഗ്നിയും അതിന്റെ ഏറ്റവും വലിയ കാഠിന്യമേറിയ ശിക്ഷയും കണ്ടുകൊണ്ട് ഭയവിഹ്വലരായി, വലിയ പേടിയോടെ, ഭയത്തോടെ, എന്നെ പ്രിയമുള്ളവരെ ഭയന്ന് വിറച്ചുകൊണ്ട് ആ നരകത്തിന്റെ ചുറ്റും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സൃഷ്ടികളും നിൽക്കുമ്പോ അല്ലാഹു അവിടെ എല്ലാ ജനങ്ങളും എങ്ങനെ പേടിച്ചിരണ്ടു നിൽക്കുമ്പോ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, അവർക്കുണ്ടാകുന്ന ഗുണമെന്തെന്നറിയുമോ? അല്ലാഹു രക്ഷപ്പെടുത്തുന്ന ആ ഏക വിഭാഗത്തിനുള്ളതായ അവർക്കുള്ളതായ പദവി എന്തെന്നറിയുമോ? അവർക്കുള്ള ഗുണമെന്തെന്നറിയുമോ? അല്ലദീന തഖൂ,
അവർ മുത്തഖീങ്ങളായിരുന്നു, അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടവരായിരുന്നു. പകലിന്റെ പ്രക്ഷുബ്ധതയിലും നിശയുടെ നിശബ്ദതയിലും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയവരായിരുന്നു. അങ്ങനെയുള്ള തഖ്വയുള്ള ആളുകളെ അല്ലാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. മാത്രമല്ല വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യാ, ബാക്കിയുള്ള അക്രമകാരികളായ ആളുകളുണ്ടല്ലോ, തെറ്റ് ചെയ്തവരുണ്ടല്ലോ, അപരാധികളുണ്ടല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ചവരുണ്ടല്ലോ, വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യാ, ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിന്റെ ഭാഗത്തിലേക്ക്, ആ നരകത്തിന്റെ ഭീമാകാരമായ അവസ്ഥകളിലേക്ക് അവർ ഇതാ മുഖം കുത്തി വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് പറയുകയാണ്, അല്ലയോ പെണ്ണേ, അല്ലാഹു രക്ഷപ്പെടുത്തുന്ന ഒരു വിഭാഗമുണ്ട്. ആ ഒരു വിഭാഗത്തിലാണ് സാധുവായ ഈ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പെടാൻ പോകുന്നത്. അതല്ല, സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഖം കുത്തിയ നരകത്തിന്റെ ഭീമാകാരമായ ഭീവത്സമായ ഭീതിതമായ അവസ്ഥകളിലേക്ക് മുഖം കുത്തി വലിച്ചെറിയപ്പെടുന്ന അക്രമികളുടെ കൂട്ടത്തിലാണോ ഞാൻ പെടുന്നത്? ഇതോർത്തുകൊണ്ടാണ് പെണ്ണേ നിന്റെ മടിത്തട്ടി കിടന്നപ്പോ എനിക്ക് കരച്ചിൽ വന്നതെന്ന് മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിക്കണം, നമുക്ക് ഭാര്യമാരെ വടി കിടന്ന വേറെന്താ ചിന്ത? അടച്ചോനെ ഇപ്പം എങ്ങനെ 10 കാശൊപ്പിക്കേ, സാമ്പത്തികമാന്നി ഒരു ഭാഗത്ത്, കച്ചവടമില്ല, തീരില്ല, എങ്ങനെ ഇപ്പോൾ അടുത്ത പുതിയ ബിസിനസ് ഇപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, മോളെ കല്യാണം എങ്ങനെ നടത്തുക, മോൻ്റെ വിദ്യാഭ്യാസം, പഠിത്തം, കച്ചവടം, ഇതൊക്കെ നമുക്ക് ചിന്ത. ഭാര്യൻ്റെ മടി കിടക്കുന്ന ഒരു പ്രത്യേക സുഖമാണല്ലോ, മനുഷ്യൻ്റെ നല്ല ചിന്തകളൊക്കെ വരുന്നപ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് പോലും എൻ്റെ പ്രിയമുള്ളവരെ കരഞ്ഞു, അല്ലാഹു ഈ 2 വിഭാഗത്തിൽ ഏതിലായിരിക്കും പെണ്ണെ ഞാൻ പെടുക? ഇതോർത്തിട്ട് കരഞ്ഞു പോയി മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കരഞ്ഞേ പറ്റൂ. ഞാൻ ആമുഖമായി ഊതിയ ഹദീസിലേക്ക് വരട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുകൊണ്ടായി എൻ്റെ പ്രിയമുള്ളവരെ, പുന്നാര ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്തുകൾ കുറയ്ക്കല്ലേ, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബിതങ്ങളെ പേരേക്കുമ്പോൾ സ്വലാത്ത് വന്നോട്ടെ, സ്വലാത്ത് വരണം. നമ്മുടെ ശരീരം പോലെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ കൈയൊഴിയൂലല്ലേ. അല്ലയോമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം. ഓരോ മനുഷ്യനും അവൻ ചെയ്ത കാര്യങ്ങളെ അല്ലേ, അവൻ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും, നമ്മുടെ ത്വക്ക് പോലും അല്ലാഹുവിനോട് സംസാരിക്കുമ്പോൾ ലിമ ശഹിത്തും അലൈന, ഞങ്ങൾക്കെതിരായി നീ സാക്ഷി പറയുകയാണ്. ആര്? മനുഷ്യൻ ചോദിക്കാണ് സ്വന്തം തൊലിയോട്. ഖാലു അന്തഖനല്ലാഹു അല്ലദീ അന്തഖ കുല്ല ശൈഇൻ. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹുവാണ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച്. നമ്മുടെ ശരീരം പോലും നമുക്ക് പരലോകത്ത് നമുക്കെതിരായി സംസാരിക്കുന്നുള്ളത് ഒരു സംശയം വേണ്ട. നമ്മുടെ കണ്ണ്, നാം കണ്ണുകൊണ്ട് എന്ത് ചെയ്തോ, നമ്മുടെ കണ്ണ് അല്ലാഹുവിനോട് പറയും, റബ്ബേ ഇവൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണെന്ന് കണ്ണ് പറയും. എന്തെങ്കിലും ഹറാമ് പിടിച്ചിട്ടുണ്ടോ, കൈ അല്ലാഹുവിനോട് പറയും, റബ്ബേ ഞാനത് ചെയ്തിട്ടുണ്ട്. വ്യഭിചരിക്കുന്നവന്റെ ഫർജ് പോലും, വ്യഭിചരിക്കുന്നവന്റെ ഗുഹ്യസ്ഥാനം പോലും റബ്ബിടെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ഗുഹ്യസ്ഥാനത്തിന് അല്ലാഹു സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്ന നമ്മുടെ ഗുഹ്യസ്ഥാനം, വ്യഭിചരിച്ചവന്റെ ഗുഹ്യസ്ഥാനം പറയും, റബ്ബേ ഇവൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയാണ്. നമ്മുടെ ശരീരം പോലും നമുക്കെതിരാകുമ്പോൾ ഒരിക്കലും നമുക്കെതിരാകാത്തൊരു നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബായ പ്രവാചകര് പറയുന്നു, വല്ലദി നഫ്സി ബിയദിഹി, എന്ന ശരീരം ഏതൊരു സട്ടാവിന്റെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ കണ്ടതും അത് നിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങളതിനെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ ഒരല്പമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം
ധാരാളമായി കരയുമായിരുന്നുവെന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള പരിപാവനമായ സമയത്തെ ഏറ്റവും മഹത്വമേറിയ അത്യുത്കൃഷ്ടമായ സമയങ്ങളെ സീരിയലിന് മുമ്പിൽ പോയിരുന്നു കൊണ്ട് സമയം കൊണ്ടുകൊണ്ട് ആ സീരിയലെയും സിനിമയിലെയും നായിക കരയുമ്പോ ആ അഭിനയത്തിന്റെ കരച്ചിലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കരയാൻ മനസ്സ് വരുന്ന നാണമില്ലാത്ത പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ കരയേണ്ടത് സീരിയലിന്റെ നായികക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടല്ല, അള്ളാഹുവിന്റെ നരകത്തിന്റെ ഭീകരമായ അവസ്ഥയോർത്തുകൊണ്ടാ നീ കരയേണ്ടത്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഓരോ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്. ആ നരകത്തിന്റെ തീനാളത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നഹാ തർമീ ബിശററിൻ ഖൽഖമർ. ഉലമാക്കളെ രേഖപ്പെടുത്തുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആ നരകത്തിന്റെ തീയുടെ കാഠിന്യം, അതിന്റെ ഒരു തീനാളം തന്നെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല, നാവ കൊണ്ട് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. എത്രയാണ് അതിന്റെ കാഠിന്യമെന്നും എത്രയാണ് അതിന്റെ ഭയാനതയെന്നും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നഹാ തർമീ ബിശററിൻ ഖൽഖസർ. ആ നരകത്തിന്റെ ഒരു തീനാളമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, ഉയരമുള്ള കെട്ടിടം പോലെ ആ തീ ഇങ്ങനെ ഒരു കെട്ടിടം പോലെ മുകളിലേക്ക് ഉയരുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഒരു കെട്ടിടം പോലെ അതിങ്ങനെ ആളി പടരുമെന്നാണ് ഇങ്ങനെ ഉയരത്തിലേക്ക്. മാത്രമല്ല കഅന്നഹു ജമാലത്തുൻ സഫർ, കഅന്നഹു ജമാലത്തുൻ സഫർ, മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ളതായ ആ കഠിനമായ തീയാട്. മാത്രമല്ല പ്രിയമുള്ളവരെ, നരകത്തിലെ വസ്ത്രങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബുൻ മിനന്നാർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഉപ്പമാരോട് ഞാനൊന്നുകൂടി അടിവരയിട്ട് കൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട പെൺമക്കൾക്കോ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാർക്കോ അവരാവശ്യപ്പെടുന്ന, അവരിഷ്ടപ്പെടുന്ന, അവർ സിനിമയിൽ കണ്ട, അവരിഷ്ടപ്പെടുന്ന സിനിമാ നടി ധരിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന മാതകറാണികൾ ധരിക്കുന്നതായ വസ്ത്രങ്ങൾ എന്നെ പ്രിയമുള്ള ഉപ്പമാരെ, ആണുങ്ങളെ, പുരുഷന്മാരെ, നിങ്ങളോട് അവർ ആവശ്യപ്പെടുമ്പോ ഒരു മടിയുമില്ലാതെ അവരിലേക്ക് വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ, ഔറത്ത് മറയാത്ത വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നവരോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് തന്നെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഔറത്തും അറിയാത്ത കോലത്തിലുള്ള വസ്ത്രമാണ് പ്രിയപ്പെട്ട മക്കൾക്കും പെൺമക്കൾക്കും. അതുപോലെ തന്നെ എന്തൊക്കെ തനി തോന്നിവാസത്തിന്റെ വസ്ത്രങ്ങളാണ്. ആ ഭാഗമൊന്നും പറയാതിരിക്കലാണ് ഖൈറെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ഔറത്തും മറയാത്ത വസ്ത്രങ്ങളാണ് നിങ്ങളുടെ പെൺമക്കൾക്കും ഭാര്യമാർക്കും നിങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വിയർപ്പിൻ്റെ അധ്വാനം കൊണ്ടുണ്ടായ ആ ഒരു അംശത്തിൻ്റെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്തത് നരകത്തിലെ വസ്ത്രമാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നരകത്തിലെ വസ്ത്രം, നരകത്തിലെ ആ വസ്ത്രത്തിന്റെ കാഠിന്യം, ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിനന്നാർ. വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വസ്ത്രത്തിനുള്ള സ്വഭാവം എന്താ? വസ്ത്രത്തിന്റെ സ്വഭാവം എന്താ? ശരീരത്തോട് ചേർന്ന് കിടക്കല്ലേ, അതാണല്ലോ വസ്ത്രത്തിന്റെ സ്വഭാവം, ശരീരത്തിനോട് ചേർന്ന് കിടക്കുക. എങ്കിലോ ആ നരകത്തിലെ വസ്ത്രം എന്തുകൊണ്ടുള്ള, ഏതാണ് അതിന്റെ ക്വാളിറ്റി? എന്തുകൊണ്ട്? ലിനനൊന്നും അല്ല കേട്ടോ. ആലുവയിലെ ലിനൻ ക്ലബിൽ പോയി എടുക്കുന്ന 5000-ന്റെ 10000-ന്റെ ഒന്നും അല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സിയാബും മിനന്നാർ. തീരാനുള്ള വസ്ത്രങ്ങൾ അവർക്ക്, അവരുടെ ശരീരത്തിന്റെ എത്ര വ്യക്തമാണ്. സുബ്ഹാനല്ലാഹ്. കുത്യാന്ന് കത്തയെ മുറിക്കുക. അവർക്ക് ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ചല്ലേ
നമ്മളെ മക്കളെയൊക്കെ സ്കൂൾ തുറക്കാൻ സമയത്തും പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നമ്മളെ ഡ്രസ്സ് എടുക്കുക, പിന്നെ ഷർട്ടും അതുപോലെ പാൻസൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പമാർ കൊണ്ടുപോകാറില്ലേ ടൈലർ ഷോപ്പിലേക്ക്. അപ്പം ഇങ്ങനെ അളവെടുക്കുമല്ലേ കൃത്യമായിട്ട്. അതുപോലെ അവർക്ക് കൃത്യമായി മുറിച്ചു കൊടുക്കപ്പെടുന്ന തീനാനുള്ള വസ്ത്രമാണ്. മാത്രമല്ല സറാബീലുഹും മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. അതുപോലെ തന്നെ നരകത്തിലെ മറ്റുള്ള വസ്ത്രങ്ങളുണ്ടല്ലോ, അത് കറുകറുത്ത ടാറ് കൊണ്ടുള്ളതാണ്. മാത്രമല്ല ആ ടാറ് കൊണ്ടുള്ള വസ്ത്രങ്ങളുണ്ടല്ലോ, അത് തീ കൊണ്ടുള്ളതും അതുപോലെ തന്നെ ടാറ് കൊണ്ടുള്ളതുമാണ്. അതിങ്ങനെ ധരിക്കുമ്പോ മനുഷ്യന്റെ മുഖത്തിന് ആ തീ ഇങ്ങനെ പൊതിയുമെന്നാണ്. ജഹന്നമെന്ന നരകത്തിന്റെ തട്ടുകളെ ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ജഹന്നമെന്നത് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാ രേഖപ്പെടുത്തുന്നു. അങ്ങനെ പേര് തന്നെ കിട്ടാൻ കാരണം എന്താ? മനുഷ്യന്റെ മുഖത്തെ കാളി പടർന്നുകൊണ്ട് ആ മുഖത്തെ മാംസങ്ങൾ മുഴുവനും കരിച്ചു കളയുന്നത് എന്നർത്ഥം ജഹന്നം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിൽ വീശിയെടുക്കുന്ന കാറ്റ് പോലും എത്രയോ ചൂടുള്ളതാണ്. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം. ശക്തമായ ചൂടിങ്ങനെ തുളച്ചു കയറുന്ന കാറ്റ് അല്ലേ, തീക്കാറ്റ്. നമ്മൾ ചൂട് കാറ്റൊക്കെ കേരളത്തിൽ എങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രവാസികൾ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലേ, ചൂട് കാറ്റൊക്കെ ചൂട് സമയത്ത് ഗൾഫിലൊക്കെ അതിന്റെ ചൂട് അനുഭവിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലേ, അങ്ങനെ മനസ്സിലാക്കിയാണ്. അങ്ങനെ ഉണ്ടാവും. തുളച്ചു കയറുന്ന ശരീരത്തിന്റെ ഓരോ തൊക്കുകൾക്കിടയിലൂടെ എന്റെ പ്രിയമുള്ളവരെ, അത് ഗൾഫ് നാട്ടിലെ ഒരു ചൂടാണെങ്കിൽ അള്ളാഹുവിന്റെ നരകത്തിലെ ആ ചൂടുകാറ്റിന്റെ ശക്തി എത്രയായിരിക്കും? ഖുർആൻ പറയുന്നത് സമൂമെന്ന കാറ്റാണ്. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം. ആ ചൂടുള്ള തീക്കാറ്റാണ് നരകനിവാസികളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ചു കയറുന്നത്. മാത്രമല്ല ലാ ബാരിദിൻ വലാ കരീം. ഒരൽപ്പം തണുപ്പില്ലാത്ത കാറ്റാണ്. ശക്തമായ ചൂടും എന്തെങ്കിലും ഒരു റാഹത്ത്, ഒരു സൗഖ്യം, ഒരു സുഖം. സാധാരണ നമ്മളെ ദുനിയാവിൽ ഒരു നല്ലൊരു വൈകുന്നേര സമയത്തൊരു നല്ലൊരു കാറ്റിങ്ങനെ ശരീരത്തിൽ കൊണ്ടാൽ എന്ത് റാഹത്തല്ലേ. ഞാനിപ്പോൾ എത്ര കൂടിയ എസിൻ്റെ എത്ര കൂടിയ കമ്പനീൻ്റെ എസിൽ കിടന്നാലും ആ ഒരു സുഖം കിട്ടൂല. പ്രകൃതിയുടെ വരദാനം എങ്ങനെയാണ്? അത് അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. എസി മനുഷ്യനുണ്ടാക്കിയ സാധനമല്ലേ. അള്ളാഹു ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റൊക്കെ ദുനിയാവിൽ എത്ര ഇതാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അല്ലേ. മഴേൻ്റെ സമയത്ത് നമ്മുടെ സർക്കാർ എന്താണ് സീഡിങ് ക്ലൗഡോ എന്തോരുന്നുണ്ടല്ലോ, കൃത്രിമ മഴ പെയ്യിക്കുക. ആകാശത്ത് ഇങ്ങനെ പെയ്യാൻ മടിച്ചു നിൽക്കുന്ന മേഘങ്ങളെ, അവർക്കിങ്ങനെ മടിയാണത്ര അവർക്ക് പെയ്യാനേ. അപ്പോൾ പോയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വിമാനത്തിൽ എന്തോ കൊണ്ട് വിതറിയിട്ട് അതിൻ്റെ ആ മടിയൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ പെയ്യിപ്പിക്കലത്രേ. അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് മനുഷ്യൻ അഹങ്കാരത്തോടെ പെരുമാറുന്നൊക്കെ നമ്മളങ്ങനെ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലേ മഴ, പടച്ചോൻ്റെ കയ്യിലല്ലേ ആ സംഗതി ഉള്ളത് അല്ലേ. മുമ്പ് ഫിർഔന്റെ കഥ മാതിരി മൂസ നബിയോട് ചോദിച്ചു, അല്ല മൂസ നിന്റെ റബ്ബാരാന്ന് ചോദിച്ചു. പറഞ്ഞു അല്ലത് യുനസിൽ വൈസ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്ന എൻ്റെ റബ്ബെന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞ വാക്കെന്നറിയോ, മഴ ആകാശമൊക്കെ നിന്റെ പടച്ചോൻ്റെ ആയിരിക്കും, പക്ഷെ ഭൂമിയിൽ വെള്ളം വേണമെങ്കിൽ എൻ്റെ അനുവാദം വേണ്ട. ഞാൻ റബ്ബക്കുമല്ലാതെ നിന്റെ പടച്ചോനെ കാട്ടി വലിയ റബ്ബല്ലേ ഞാൻ അല്ലേ. ഈ കാണുന്ന ഈ നൈൽ നദി ഒഴുകണമെങ്കിൽ എൻ്റെ സമ്മതം വേണമെന്നാണ് മൂപ്പര് പറഞ്ഞത്. ഓനിപ്പോൾ എവിടെ? ആ നൈൽ നദിയിൽ മുക്കിയിട്ട് കൊന്നത് അല്ലാഹു. ചെങ്കടലിൽ മുക്കിയിട്ട് കൊന്നില്ലേ റബ്ബ്? നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മുസ്ലിങ്ങളായ ആളുകൾ അതിന് കാണാൻ പറ്റും. അതൊക്കെ അള്ളാഹു, നമ്മളെന്ത് ചെയ്യുക, നമുക്ക് അള്ളാഹുവിനോട് മഴ വേണ്ട, പടച്ചനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, കാരുണ്യത്തോട് അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിക്കുക. ഇതാണ് വിശ്വാസികൾ ചെയ്യേണ്ട പടി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ആ നരകത്തിൽ ആ കാറ്റുകൾ കൊടും ചൂടുള്ള കാറ്റുണ്ടല്ലോ, അത് തീക്കാറ്റാണ്. മാത്രമല്ല ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലൂടെയും ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന കൊടും ചൂടുള്ള തീക്കാറ്റാണ്. മാത്രമല്ല സഹോദരാ, ആ നരകത്തിലേക്കൊരു മനുഷ്യനെ വലിച്ചെറിയുമ്പോ ആദ്യമായ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു മാറുന്നത് അവന്റെ തൊലിയാണ്.
ശരീരത്തിൽ നിന്നൊരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായിട്ട് അല്ലേ നരകത്തിന്റെ ശിക്ഷകളുടെ കാഠിന്യം പറയുമ്പോൾ ഏറ്റവും ചെറിയ ശിക്ഷ നഅലാനി മിനന്നാർ എന്നാണ് ഹദീസിലൊക്കെ കാണാൻ സാധിച്ചത്. ഏറ്റവും ചെറിയ ശിക്ഷ എന്താ? ചെരുപ്പ് കൊണ്ട് ഉള്ള തീ കൊണ്ടുള്ള അഗ്നിയാൽ നിർമ്മിതമായ 2 ചെരുപ്പാണ് നരകത്തിലെ ഏറ്റവും കുറഞ്ഞ സ്റ്റേജിലുള്ള ശിക്ഷ. ആ കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്നവൻ വിചാരിക്കുന്ന എന്താ, റബ്ബേ ഈ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനാണ്. അതാണ് അവൻ്റെ അവസ്ഥ. ആ 2 ചെരുപ്പ് ധരിപ്പിക്കുമ്പോൾ തന്നെ അവൻ്റെ തലച്ചോറല്ലേ, നമ്മളെ വീട്ടിലൊക്കെ അതുപോലെ തന്നെ കല്യാണത്തിലൊക്കെ വലിയ ചെമ്പിൽ എണ്ണ ഇങ്ങനെ പപ്പടം പൊരിക്കാനും അതുപോലെ ചിക്കൻ പൊരിക്കാനൊക്കെ ഇങ്ങനെ തിളപ്പിക്കാറില്ലല്ലേ. എത്ര ശക്തമായ അടിയിൽ നിന്ന് തീ ഇങ്ങനെ ഉണ്ട് പിന്നെ കിട്ടുന്നവോ അതനുസരിച്ച് ആ എണ്ണ ഇങ്ങനെ തിളച്ച് മറിയില്ലേ മുഅ്മിനീങ്ങളെ. ഇതുപോലെ ആ 2 ചെരുപ്പുകൾ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയായി അങ്ങനെയുള്ളൊരു മനുഷ്യന് ധരിപ്പിക്കപ്പെടുമ്പോൾ അവൻ്റെ തലച്ചോറ് പോലും തിളച്ചു മറിയുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ മുഹമ്മദ് മുസ്തഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ. എന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ, അല്ലാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാർ ഈ ഭൗതികമായ ലോകത്ത് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ ആ പ്രബോധനം അവിടെ നിർവഹിച്ചപ്പോ ആ പ്രബോധനത്തെ കളവാക്കിയ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, സൗഫ നുസ്ലീഹിം നാറാ, അവരെ അല്ലാഹു തആല വഴിയെ എന്റെ പ്രിയമുള്ളവരെ നരകാഗ്നിയിലേക്ക് അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ധരിക്കുന്നുണ്ടോ? ആ നരകത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നരകത്തിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിയുമ്പോ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായി വിരിഞ്ഞു മാറുന്നത് അവന്റെ തൊലിയാണെന്ന് പറയുമ്പോ ആ തൊലി പ്രിയമുള്ളവരെ, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. ശരീരത്തിൽ തൊലി മുഴുവനായി കണ്ടത് ഉരിഞ്ഞു മാറുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ മനുഷ്യന് സ്പർശനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഇടപെടലുകളും ഒക്കെ അറിയാൻ സാധിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളുള്ളത് കൊണ്ടല്ലേ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മുടെ തൊക്കുള്ള നമ്മുടെ ഈ തൊലി എന്ന് പറയുന്ന സംഗതി ഉള്ളത് കൊണ്ടാണ് എന്ത് നമുക്ക് സ്പർശനം എന്ന് പറഞ്ഞ സംഗതി അറിയാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്ന നരകത്തിൽ അള്ളാഹു ആദ്യമായിട്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഉരുകി അള്ളാഹു അവൻ്റെ ആ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയാക്കുമ്പോൾ ആദ്യമായി ഉരുകി തീർന്നത് തൊലിയാണെങ്കിൽ, അത് കഴിഞ്ഞാൽ മനുഷ്യന് സമാധാനമുണ്ടെന്ന് വിചാരിക്കണ്ട. നരകനിവാസികളെ കുറിച്ച് വീണ്ടും പറയുന്നു, അങ്ങനെ അവന്റെ ശരീരത്തിന്റെ തൊലി അത് പൂർണ്ണമായി അങ്ങ് ഒരിഞ്ഞു മാറിക്കഴിഞ്ഞാൽ വബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. എന്റെ പ്രിയമുള്ളവരെ, പുതിയ തൊലി അല്ലാഹു വീണ്ടും അവിടെ സംവിധാനിക്കുകയാണ്. പടച്ചവനിതൊക്കെ വെറും സെക്കൻഡിന്റെ ആവശ്യം പോലും ഇല്ലല്ലോ അള്ളാഹുവിന് അതൊക്കെ ചെയ്യാൻ. ശരീരത്തിന്റെ തൊലികൾ മുഴുവൻ ഉരിഞ്ഞാൽ അടുത്ത വീണ്ടും പുതിയ തൊലി അള്ളാഹു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എന്തിനു വേണ്ടിയിട്ട് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്? ഖുർആൻ പറയുന്നു, അള്ളാഹു മനുഷ്യന്റെ ആ നരകത്തിൽ കിടന്നവന്റെ തൊലികൾ മുഴുവൻ ഉരുകി തീർന്ന് രണ്ടാമതും അവൻ ആ തൊലി ഒഴുകുന്നു, പിന്നെ അടുത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞു പിന്നെ അടുത്തതും പുതുതായി ഇങ്ങനെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാ? ലിയസൂഖുൽ അദാബ്, ശിക്ഷ രുചിക്കാൻ വേണ്ടി. ശിക്ഷ രുചിക്കുക അല്ലേ? രുചി എന്നുള്ള സംഗതി മരണത്തെ സംബന്ധിച്ച് പറഞ്ഞു അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ രുചിയോടെ കഴിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും കൃത്യമായി കിട്ടിയെന്ന് അതിൻ്റെ അർത്ഥം. രുചിക്കുക, മരണം രുചിക്കുക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാ പറഞ്ഞത്. മനുഷ്യൻ മരിക്കും എന്നല്ല പറഞ്ഞത്. ദാഇഖ്, ദൗഖ് എന്ന് പറഞ്ഞാൽ രുചി എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, അങ്ങനെ അവരുടെ ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു മാറിയ തൊലികൾക്ക് പകരം പുതിയ തൊലി കൊടുക്കുന്നതിൽ യദൂഖുൽ അദാബ്,
നരകത്തിന്റെ കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, അതിന്റെ ആ ശിക്ഷയുടെ രുചി നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രിയമുള്ളവരെ നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വമാ അദ്റാക മൽ ഹുതമാ നാറുല്ലാഹിൽ മൂഖദാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹുതമ എന്ന് പറയുന്ന നരകം, ഹുതമ എന്ന് പറയുന്ന നരകത്തിന്റെ ഭാഗം നാറുല്ലാഹിൽ മൂഖദാ. എന്ന പ്രിയമുള്ളവരെ, അത് കൊത്തിജ്വലിക്കുന്ന തീയാണ്. ശരീരത്തിലെ മാംസവും അതുപോലെ തന്നെ തൊലിയും മുരിഞ്ഞു മാറി ആ ഹുതമ എന്ന് പറയുന്ന നരകത്തിൽ കിടന്ന് വീണ്ടും വീണ്ടും അള്ളാഹു അവന് നരകത്തിലെ ആ കൃത്യമായ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവന് വീണ്ടും അള്ളാഹു കാരണം അതുകൊണ്ടാണല്ലോ ഖുർആൻ പിന്നെ സബ്ബിഹിസ്മ സൂറത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. മരണവും അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ജീവിതവും മരണവും ഇല്ലാത്തൊരു വിഭാഗം. ആ നരകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ലാ യമൂതു ഫീഹാ വലാ യഹ്യ. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷകമാറാകട്ടെ അല്ലേ. ദുനിയാവിൽ എന്തെങ്കിലും ഒരു രോഗം വന്ന് നമ്മൾ ഇടങ്ങേറായി കഴിഞ്ഞാലോ മരിക്കുകയില്ല, മാന്യമായിട്ട് ജീവിതവും ഇല്ല. ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ അങ്ങനെ വളരെ അപകടങ്ങളിലൊക്കെ പെട്ട് കഴിയുന്നവരുണ്ട് അല്ലെ. അള്ളാഹു വിചാരിച്ചല്ലേ സംഗതി മരിക്കലും ജീവിപ്പിക്കലൊക്കെ അള്ളാഹുവിൻ്റെതാണല്ലോ. അള്ളാഹു അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. മരിക്കുന്നുമില്ല, ജീവിക്കുന്നു, രണ്ടും കെട്ട അവസ്ഥ. അള്ളാഹുവേ, അവർക്ക് നീ മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടെയുള്ള മരണം നൽകണേ റഹ്മാനെ. ഓർക്കാമീൻ പറയും, അള്ളാഹുവെ നീ ഈമാനോടെയുള്ള മരണം നൽകണേ അല്ലാ. പടച്ചറബ്ബേ, ജീവിതമാണ് ഖൈറെങ്കിൽ അവർക്ക് നീ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ ആഫിയത്തോടെ സിഹത്തോടെ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാത്രമല്ല അതിനെ പാനീയങ്ങൾ ഓരോ ഭാഗങ്ങളും വിശദീകരിച്ച സമയം കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. ആയത്തുകളും തഫ്സീറൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഹദീസൊക്കെ പറഞ്ഞാൽ തീരൂല, അത്രയ്ക്കുമുണ്ട് മുഅ്മിനീങ്ങളെ. അതിന്റെ പാനീയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർക്ക് ഹമീമിൽ നിന്നാണ് അവിടെ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്ന പാനീയം, അത് ഹമീമിൽ നിന്നാണ്. ഫശാരിബൂന ശുർബൽ ഹീം. എന്റെ പ്രിയമുള്ളവരെ, ആ നരകനിവാസികളായ ആളുകൾ ആ നരകത്തിന്റെ കഠോരമായ ബീഭത്സകമായ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് ദാഹിച്ചവശരാകുമ്പോ അവർ അല്ലാഹുവിനോട് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യപ്പെടുകയാണ്. അവരുടെ ശരീരത്തിന്റെ ദാഹമൊന്ന് ശമിപ്പിക്കാൻ അല്ലാഹുവിനോട് അവർ വെള്ളം ആവശ്യപ്പെടുമ്പോ ഫശാരിബൂന ശുർബൽ ഹീം, അവർക്ക് തിളച്ചു മറിയുന്ന പാനീയമാണ് കൊടുക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. വസുഖൂ മാഅൻ ഹമീമാ ഫഖതിഅ അംആഉഹു. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അവർ ദാഹിച്ചവശരാകുമ്പോ അവരുടെ ദാഹം ശമിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കപ്പെടുന്ന വെള്ളമുണ്ടല്ലോ, അത് കൊടുക്കുമ്പോ അവരവരുടെ തൊള്ളയുടെ അല്ലെങ്കിൽ അവരുടെ തൊണ്ടക്കുഴിയുടെ ഉള്ളിലേക്ക്, ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോ അവരുടെ ആമാശയം പോലും ഉരുകിത്തീരുന്നതാണ്. അത്രയല്ലേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മാംസങ്ങളും ആമാശയം ഉരുകണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാഠിന്യം അല്ലേ? നിങ്ങൾ ആലോചിക്കണം. അത്രയും വലിയ ചുട്ട് തിളച്ചു മറിയുന്ന വെള്ളം, ആമാശയത്തെ പോലും ഒരുക്കിക്കളയുന്ന പാനീയം അല്ലേ? 100 ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ കുറച്ച് ഡിഗ്രിയിൽ ചൂടാക്കിയ ഒരു ഗ്ലാസ് വെള്ളമെങ്ങാനും ചായ എങ്ങാനും അറിയാതൊന്ന് അല്ലേ, നല്ല ചൂടുള്ള ചായ കൊണ്ട് തന്നു, പെട്ടെന്ന് അങ്ങോട്ട് മുണുങ്ങി, അല്ലോ, പിന്നെ ഉടനെ വലിച്ച്. എത്രയാ എൻ്റെ ഇടങ്ങേറ്. പിന്നെ അന്ന് തന്നെ കുറേ ഐസ് വെള്ളം വായി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും ഒന്ന് ശരിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിക്കണം, ശരീരത്തിന്റെ ഉള്ളിലെ ആമാശയം പോലും ഉരുകിത്തീരുന്ന ചൂടാണ്. നിങ്ങൾ ആലോചിക്കണേ സഹോദരങ്ങള്, നരകത്തിൽ ഇത്രയും മോശമായ പാനീയമാണ് കൊടുക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കണം, സമുദായത്തിന് വലിയ ശാപമായി മാറിയില്ലേ മദ്യപാനവും അതുപോലെ തന്നെ മദ്യസേവയും? പ്രിയമുള്ളവര്, ശരീരത്തിന് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ യുവാക്കളുടെ ഒരു ഹരമായ ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ
നമ്മുടെ കല്യാണ സദസ്സുകളിൽ പോലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു പാനീയമായി എന്റെ പ്രിയമുള്ളവരെ മദ്യം സ്ഥാനം പിടിച്ചു പോയെങ്കിൽ നമ്മൾ ആലോചിക്കണം. ഒരു സ്ഥലത്തിന് വാഴ ചെല്ലുമ്പോ ജില്ല ഞാൻ പറയുന്നില്ല, മഹല്ല് ഞാൻ പറയുന്നില്ല, സ്ഥലം ഞാൻ പറയുന്നില്ല, ഖത്തറിൽ നിന്നൊരു പിതാവിനെ വിളിക്കുകയാണ്. ഖത്തറിൽ നിന്നൊരു പിതാവിനെ വിളിക്കുകയാ. വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, ഇന്ന് നിങ്ങൾ വാതിന് വന്ന മഹലിലുള്ളൊരു വ്യക്തിയാണ് ഞാൻ. 5 വർഷമായി ഞാൻ ഖത്തറിലാണുള്ളത്. ഞാനിപ്പോൾ വിളിച്ചത് എന്റെ ജോലിയുടെ പ്രയാസങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ ജോലിയുടെ ബുദ്ധിമുട്ടുകൾ ശരിയാകാൻ പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ വിളിച്ചത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ പൊന്നുമോന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ആ പൊന്നുമോന് വേണ്ടി കാര്യമായി നിങ്ങളൊന്ന് ഇൽമിന്റെ മജ്ലിസിൽ ദുആ ചെയ്യണം. ഞാൻ കരുതി ഇപ്പോൾ എന്തെങ്കിലും പഠിത്തത്തിൽ കുസൃതിയോ അല്ലെങ്കിൽ മോശക്കാരനോ അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധി കുറവുള്ള കുട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് കരുതി. അപ്പോഴാണ് ആ പിതാവ് ഒരു നിമിഷമൊന്ന് മിണ്ടാതിരുന്നതിന് ശേഷം ആ മനുഷ്യൻ കരയുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞ, ഉസ്താദ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ പൊന്നുമോൻ, അവൻ മുഴുസമയവും മദ്യപാനിയാണ്. അവൻ ഒരു സമയമെങ്കിലും ആ മദ്യത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പൊന്നുമോന് ജന്മം നൽകിയ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മാതാവിന് ഒരു ആഗ്രഹമുണ്ട്. ഒരു നിമിഷമെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും, ഒരു ദിവസമെങ്കിലും, ഒരു മണിക്കൂറെങ്കിലും ആ മദ്യസേവയിൽ നിന്ന്, ആ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാൻ. കരഞ്ഞിട്ട് നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതം തോന്നും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം മോമിനിങ്ങൾ, അല്ലേ? ആ വിഷയമൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ സാധാരണ അല്ലേ, എത്രയാ കല്യാണ സദസ്സുകളിൽ മദ്യം, ബോധവും ധാർമ്മിക ഒരു അല്പമെങ്കിലും മാന്യതയും ബോധവുമുള്ളവന് പോകാൻ പറ്റാത്ത സദസ്സുകളായി മാറിയില്ലേ മോമിനിങ്ങൾ? നിങ്ങൾ ആലോചിക്കണം, അല്ലേ? ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ മഹൽ എടയപ്പുറം പള്ളിയുടെ മുമ്പ് നടു റോഡിൽ 15ഓളം വരുന്ന ഈ സമുദായത്തിലെ മുസ്ലിം പെൺകുട്ടികളെ ഒരേ മോഡലുള്ള വസ്ത്രമിട്ട് നിരത്തി നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത് ഒരൊറ്റ നട്ടെല്ല് ബാക്കിയുള്ള ഒരുത്തൻ ഇല്ലായിരുന്നല്ലോ. തെറ്റാണ്, ചെയ്യല്ലടാ എന്ന് പറയാൻ ഒരുത്തൻ മുന്നോട്ട് വന്നില്ല. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. മുസ്ലിയാക്കന്മാരെ ഉസ്താദിന്റെ കുറ്റം കണ്ടെത്താനൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഉഷാറ. സമൂഹത്തിനും കുടുംബത്തിലും എന്ത് തോന്നിവാസം നടന്നാലും പറയാൻ നട്ടില് ബാക്കിയില്ലാത്തവരായി നമ്മൾ അത് പതിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിക്കണം. 15 പെൺകുട്ടികളും നടു റോഡിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് നിരത്തി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാം. ഒരുത്തം പറഞ്ഞില്ലല്ലോ. അതേസമയം വെള്ളിയാഴ്ച 5 മിനിറ്റ് വഴതു മൊയിലാരെ കൂടി പോയാൽ പിന്നെ കൊടിയും പിടിച്ച് പിന്നെ സമരം ചെയ്യാൻ വരും മൊയിലാരെ റൂമിന്റെ ഫ്രണ്ടിൽ, അല്ലേ? നമ്മൾ ആലോചിക്കണം എൻ്റെ പ്രിയമുള്ള മോമിനിയങ്ങളെ, ഇതൊക്കെ നമ്മുടെ സമൂഹം എവിടെ എത്തി? ഈ വിഷയത്തിൽ മഹല്ല് നേതൃത്വം ഇടപെടണം. മാത്രമല്ല കുടുംബത്തിൽ കാരണവന്മാരായി, അല്ലേ? നമ്മൾ മൂക്കിന് താഴെ വീശുള്ളതുകൊണ്ട് ആണാവും നമ്മൾ ആരും കരുതണ്ട. കുടുംബത്തിലൊരു അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണല്ലോ. ഒരു തെറ്റ് കണ്ടാൽ അത് ചെയ്യല്ലേ എന്ന് കൈകൊണ്ട് തടുക്കണമെന്നാണ്. ഇല്ലെങ്കിൽ നാവ് കൊണ്ട് അത് ചെയ്യല്ലടാ, അത് തെറ്റാണ്, തോന്നിവാസം ചെയ്യല്ലേ എന്ന് പറയാൻ നിന്റെ നാവുണ്ടാവണം നിനക്ക്. ഇല്ലെങ്കിലോ ഫബി ഖൽബി, നിനക്ക് നാവ് കൊണ്ടും പറയാൻ പറ്റൂലേ? അതിനുള്ള സാഹചര്യമല്ലേ മനസ്സുകൊണ്ടെങ്കിലും ഈ തോന്നിവാസത്തെ നീ എതിർത്തില്ലെങ്കിൽ നീയും അതിൽ പങ്കാളിയായി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മദ്യം നമ്മുടെ നാട്ടിൽ സാർവത്രികമായില്ലേ, അല്ലേ? ഒരു വല്ലുണ്ട് ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വേണ്ടി വന്നത്രേ. ഇത് നടന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നല്ല മദ്യത്തിൻ്റെ ഗന്ധം, നല്ലെന്ന് വെച്ചാൽ നല്ല അത്തരൻ്റെ മണമുള്ളതെന്നല്ല, ഭയങ്കര കൂടുതൽ ജാസ്തി എന്നർത്ഥം, ഭയങ്കരമായ കള്ളിൻ്റെ സ്മെല്ല്. അപ്പോൾ 2 ചെറുപ്പക്കാരൻ നിസ്കരിക്കുകയാണ്, ഇമാമ ജമാഅത്തായിട്ട് കാര്യമായിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, അപ്പോൾ പള്ളിയിൽ മദ്യപിച്ചിട്ട് വരുമോ? ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ ഈ മദ്യത്തിൻ്റെ ഗന്ധം ആ സംശയത്തെ ബലപ്പെടുത്തി. എന്തായാലും 2 ഇമാമ ജമാഅത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോൾ 2 തൂക്കി മൊയിലാരെ റൂമിൽ കൊണ്ടു. ചോദിച്ചിട്ട് ചെറുപ്പക്കാരും കമ്മിറ്റിമാരകളെ കൂടിയിട്ട്, മക്കളെ നിങ്ങളും കുടിച്ചിട്ടുണ്ടോ? പറഞ്ഞു, പൊന്നാര ഉസ്താദേ, അള്ളാഹിൻ്റെ മുമ്പിലേക്കാൻ കുറച്ച് ധൈര്യം വേണം, മാലി 2 വീശാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇത് നടന്ന സംഭവമാണ്, ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല, നമ്മുടെ കേരളത്തിലും മഹലിൽ നടന്ന സംഭവമാണ്.
ഈ അവസ്ഥയിൽ നമ്മൾ ആലോചിക്കണം, ഇങ്ങനെ മദ്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോ സെന്റ് ഓഫ് ദിനങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കോളേജ് ക്യാമ്പസുകളിലും ഭൗതിക കലാലയങ്ങളിലും ഇതുപോലെയുള്ള മദ്യത്തിന്റെ സേവ സാർവത്രികമാകുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ മാത മുദ്മിനൽ ലിൽ ഖംരി സഖാഹുല്ലാഹ് മിൻ നഹരിൽ ഗുതാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ പറയുകയാണ്, ഒരുത്തൻ മദ്യപാനിയായിക്കൊണ്ട് മദ്യസേവയിലായിക്കൊണ്ട് ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്താപ നിർഭരമായ മനസ്സില്ലാതെ അങ്ങനെ മരങ്ങിപ്പോയ, അങ്ങനെ മരിച്ചുപോയ ആളുകൾ, അള്ളാഹുവിനോട് തൗബയില്ലാതെ കുടിച്ചുപോയ മദ്യത്തിന് അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് തൗബ ചെയ്യാതെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മരിച്ചുപോയ ആളുകളുണ്ടെങ്കിലോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകരെ പറയുകയാ, സഖാഹുല്ലാഹു മിൻ നഹരിൽ ഗുതാ. ഗൂതത്തിൽ നിന്നവർക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ നഹറുൽ ഗൂതത്തി യാ ഹബീബല്ലാഹ്, നബിയേ ഗൂത എന്ന് പറയുന്ന ആ ഒരു പുഴ ഏതാണ്, എന്താണ് ഗൂത എന്നുള്ളത്? ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് ദാ മറുപടി പറയുന്നു, ഖാല നഹറുൻ യജ്രി മിൻ ഫുറൂജിൽ മുമിസാത്ത്. ദുനിയാവിൽ അവിഹിത ബന്ധം നടത്തിക്കൊണ്ട് നടന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, വ്യഭിചാരികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അഭിസാരികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങളുടെ ഗുഹ്യഭാഗത്ത് നിന്ന് നാളെ നരകത്തിൽ കടന്നവർ ശിക്ഷ അനുഭവിക്കുമ്പോ അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് പൊട്ടിയൊരിച്ചു ദുർഗന്ധത്തോടെ പുറത്തേക്ക് ഒഴുകുന്ന പുഴയാട്, അതിനുള്ള പാനീയമാണ് ഗൂത എന്ന് പറയുന്നത്. ആ ഗൂതത്തിൽ നിന്നാണ് കള്ളു കുടിച്ചിട്ട് പടച്ചവനോട് തൗബ ചെയ്യാതെ മരിച്ചു പോകുന്നവൻ അല്ലാഹു നാളെ നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്നതെന്ന് ലോകത്തിന്റെ നായകനേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. മാത്രമല്ല, ഈ ശക്തമായ ദുർഗന്ധമടിക്കുമ്പോ പ്രിയമുള്ളവരെ, നരകക്കാര് പോലും നരകത്തിൽ കടന്ന് അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കുന്നവര് പോലും അള്ളാഹുവിനോട് പരാതി പറയുകയാണ്, അള്ളാഹുവേ ഇതെന്തോ ഒരു ദുർഗന്ധമാണ്, പടച്ച റബ്ബേ ഈ ദുർഗന്ധത്തിൽ നിന്നൊരു മോചനം നൽകണയല്ല എന്ന് നരകത്തിൽ കടന്നു അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കുന്ന നരകവാസികൾ പോലും ഈ മദ്യപാനികളായ ആളുകൾക്ക് കുടിപ്പിക്കപ്പെടുന്ന ത്തിന്റെ ഹറിന്റെ ദുർഗന്ധം കാരണം അള്ളാഹുവിനോട് പരാതിപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ, ഇൻഷാ അല്ലാഹ് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഇൻഷാ അല്ലാഹ് വേണം. അതിന് നിസ്കാരവും നോമ്പും സ്വതക്കയും ഒക്കെ എല്ലാം അള്ളാഹു തരുന്ന വലിയ അവസരങ്ങളാണ്. മുഅ്മിനീങ്ങൾ, അതൊക്കെ നമുക്ക് സമ്പത്ത് ചെലവഴിക്കാനുള്ള ഏറ്റവും ഉത്കടമായ ആഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമുണ്ട്. എപ്പോഴെന്നറിയോ? മറ്റേ മൂപ്പർ ഇങ്ങനെ വന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആര്? സയ്യിദുനാ ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പം മുഅ്മിനീങ്ങളെ, നമുക്ക് ഈ പൈസ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞ ഫസ്വദ്ദഖ വാക്കും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. സമയത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും പിന്തിക്കാൻ മുതിക്കുന്ന പരിപാടിയില്ല. അവിടെ വെച്ച് കാര്യം നടക്കും. ആ സമയത്ത് നമ്മുടെ മുഴുവൻ സമ്പത്തും സ്വതക്ക ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹമുണ്ടാകും. പക്ഷേ അള്ളാഹു വിടൂല. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു തരുന്ന അവസരം ആണ് എന്നുള്ള ബോധത്തിൽ ഇൻഷാ നമ്മളൊക്കെ മാക്സിമം എല്ലാവരും കഴിയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ്, സഹോദരിമാരൊക്കെ പിന്നെ ധാരാളം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ മാക്സിമം ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് ഇൽമിൻ്റെ മജ്ലിസാണ്, അതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വതക്കകളൊക്കെ അള്ളാഹു പൂർണ്ണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ആ നരകനിവാസികൾ പോലും അള്ളാഹുവിനോട് പരാതി പറയും, റബ്ബേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം. അപ്പോൾ അത്രയും കാഠിന്യമുള്ള പാനീയമാണ് മദ്യപാന്മാരായി മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു നൽകുന്നതെന്ന് അള്ളാഹുവിൻ്റെ
പരിശുദ്ധരായ ഹബീബ് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല വയസ്ഖാ മിമ്മാഇൻ സദീദ് യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ വമാ ഹുവ ബിമയ്യിത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നരകത്തിലെ ചീഞ്ചലത്തിൽ നിന്ന് നരകനിവാസികൾക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ്. ആ നരകത്തിലുള്ള പാനീയമുണ്ടല്ലോ, ആ പാനീയം കുടിക്കാൻ വേണ്ടിയിട്ട് ദാഹിച്ചവശരായി നരകത്തിന്റെ ആ പാനീയം എങ്കിലും ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുഖത്തോട്, ആ കോപ്പ മുഖത്തോട് എടുപ്പിക്കുമ്പോ സുബ്ഹാനല്ലാഹ് യശ്വിൽ വുജൂഹ്. മുഖത്തെ എങ്ങനെ പറഞ്ഞത്? ആ പാനീയം നരകനിവാസികൾക്ക് അല്ലാഹുവിന്റെ മാലാകമാര് നരകത്തിലെ പാനീയം ഒരു പ്രത്യേക തരത്തിലുള്ള കോപ്പകളിൽ നരകനിവാസികളുടെ ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവരുടെ മുഖത്തേക്കല്ല, നമ്മുടെ സാധാരണ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതിങ്ങനെ ചുണ്ടിലേക്ക് അടുപ്പിക്കാം, വെള്ളം എടുക്കാൻ കേട്ടോ, നമ്മളിങ്ങനെ അടുപ്പിക്കാറില്ല. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ആ ശക്തമായ പാനീയത്തിന്റെ ചൂടേറ്റുകൊണ്ട് മുഖത്തെ മാംസം പോലും കരിഞ്ഞു പോകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ, പടച്ച റബ്ബേ, നരകത്തെ തൊട്ട് കാക്കണേ അള്ളാഹുവേ. പരിശുദ്ധ റമളാനക്ക് മുഅ്മിനീങ്ങളെ വരെയാണ് ഇത്ഖും മിനന്നാർ എന്ന വലിയൊരു രാത്രി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ആ 10 ദിവസങ്ങൾ അള്ളാഹു നമുക്ക് നരകമോചനവും ദുഖൂലുൽ ജന്ന, സ്വർഗ്ഗപ്രവേശനവും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ يصهر به ما في بطونهم والجلود. എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് കുടിക്കാൻ കൊടുക്കുക മാത്രമല്ല, അവരുടെ ശിരസിന് മേലെ യുസബ്ബു മിൻ ഫൗഖിഹി മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന പാനീയം അവരുടെ ശിരസിന് മേൽ ഇതാ ഒഴിക്കപ്പെടുന്നതാണ്. അതുനിമിത്തം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ പള്ളകളുടെ അവരുടെ ഉദരത്തിന്റെ ഉള്ളിലുള്ളത് മുഴുവൻ അത് ഉരുക്കി കളയുന്നതാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ളത് എന്തായാലും ഒഴുകും, പിന്നെ പുറത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവരുടെ ശിരസ്സിനുമേത നരകത്തിലെ ഏറ്റവും കഠിനമായ ചൂടുള്ള പാനീയം എൻ്റെ പ്രിയമുള്ളവരെ ചൊരിയപ്പെടുമ്പോൾ ശരീരം മുഴുവനും, ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും ഉരുകി തീരുമെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ അല്ലേ. നരകത്തിലെ ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ്. പൊറോട്ടയെ സംബന്ധിച്ച് എന്താ, സംന് നമുക്ക് പറയാല്ലെങ്കിലും എന്താണ്, ജൂയിൽ നിന്ന്, വിശപ്പിൽ നിന്ന് നല്ല സംഗതിയാണല്ലേ. പൊറോട്ട അടിച്ചു കഴിഞ്ഞാലല്ലേ പൈസ നിങ്ങൾ കഴിക്കാറുണ്ടോ ഇടയ്ക്ക്? പൊറോട്ട ഭയങ്കര അപകടം കേട്ടോ. മൂപ്പരെ പോലെ ഡേഞ്ചറുള്ള സാധനം വേറെ ഒന്നുമില്ല ദുനിയാവിൽ. അല്ലാഹു പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പഠിച്ചൊരു സാധനമാണ് എന്ത്, മൈദ. നമ്മളെ കേരളക്കാരുടെ ഒരു വലിയ പ്രിയ വിഭവമായി മാറിയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്യാൻസർ ഉണ്ടാക്കാൻ മൂപ്പര് 1-ാം സഫിൽ ഉണ്ടാവും എന്നാണ് പറയണത് പൊറോട്ട. എന്തോ ആയിക്കോട്ടെ മുഅ്മിനീങ്ങളെ, അല്ലാഹു അവന്റെ നരകത്തിലെ ആഹാരങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന സജറതസ്സഖൂം തുആമുൽ അസീർ. സഖൂം എന്ന വൃക്ഷത്തിൽ നിന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ അവർക്കുള്ള ആഹാരമുണ്ടാകുന്നത്. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാ രേഖപ്പെടുത്തുകയാ, തിഹാമ എന്ന പ്രദേശത്തുണ്ടാകുന്ന ഒരു തരം വൃക്ഷമാണ് സഖൂം എന്നുള്ള വൃക്ഷം. അതിന്റെ പ്രത്യേകത എന്താണ്? കടുത്ത കയ്പാണ് അതിന്റെ രുചി, അസഹ്യമാണ്, ദുർഗന്ധമാണ് ഇതിനെയുള്ളത്. മാത്രമല്ല, എവിടെയെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ സഖൂം എന്ന വൃക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു തരം നീരിങ്ങനെ ഒലിക്കുന്നതാണ്. ആ നീരെവിടെങ്കിലും ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ആ ഭാഗം മുഴുവൻ പൊള്ളിപ്പോകുമെന്ന് ഈ ആയത്തിനെ
വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള വൃക്ഷമാണ് ഇന്ന ശജറത്തസ് സഖൂം എന്ന വൃക്ഷം. മാത്രമല്ല തുആമുൽ ലസീം, അതാണ് പാപികളുടെ ഭക്ഷണം. തുആമുൽ ലസീം, പാപം ചെയ്തവൻ അല്ലാഹു നൽകുന്ന ഭക്ഷണം ഈ സഖൂമിൽ നിന്നുള്ള ഭക്ഷണമാണ്. മാത്രമല്ല കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, ലോഹമുരുകിയതുപോലെ എന്നെ പ്രിയമുള്ളവരെ ശരീരത്തിന്റെ ഉള്ളിൽ ആന്തരിക ഭാഗത്ത് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ശക്തമായ കാഠിന്യത്തോടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾക്കുള്ളതിങ്ങനെ നിലകൊള്ളും. മാത്രമല്ല അതിങ്ങനെ ചൂടുവെള്ളം പോലെ തിളക്കുന്നതുമാണ്. അപ്പൊ ഇതിങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലോഹം പോലെ ഉരുകിയിട്ട് ചൂട് വെള്ളം തിളയ്ക്കുന്നത് പോലെ ശരീരത്തിന്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കാഠിന്യമായ ചൂടോടെ അതിങ്ങനെ തിളച്ചു മറിയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. വൃക്ഷം, അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓർമ്മയാണ്. നമുക്ക് ദുനിയാവിൻ്റെ സുഖങ്ങളോ ഇതൊക്കെ നമുക്ക് വേണം, വേണ്ടെന്നല്ല. നമ്മുടെ മുൻഗാമികളെ പോലെ വലിയ സുഹുദ് ചെയ്യാനോ ത്യാഗം ചെയ്യാനോ പരിത്യാഗ ജീവിത സന്നദ്ധരാകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എങ്കിലും ദുനിയാവിലെ സുഖങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം അല്ലാഹുവേ നാളെ നരകത്തിൽ എനിക്ക് ഖബറുണ്ട്, മഹ്ശറുണ്ട്, അതുപോലെ നരകമുണ്ട്, സിറാത്തുണ്ട്. ഈ ഒരു ചിന്തയ്ക്ക് നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ആ നരകത്തെ ചിന്തിക്കുകയും അല്ലാഹുവിനോട് സദാസമയവും എപ്പോഴും അല്ലാഹുവിനോട് നമ്മൾ നരകത്തെ തൊട്ട് കാവലിനെ തേടുകയും ചെയ്യണം. അർഹമർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഞങ്ങളോട് വഅദ് പറഞ്ഞു. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ സമിഅത മിസ്ലഹാ ഖത്തു, അതുപോലൊരു പ്രഭാഷണം ഞങ്ങൾ കേട്ടിട്ടില്ല. സുബ്ഹിന് ശേഷമാണ് അല്ലാഹുവിന്റെ ഹബീബ് വഅദ് തുടങ്ങിയത്. ആ പ്രഭാഷണം ദുഹറിന്റെ സമയം വരെ നീണ്ടു. ഞങ്ങൾ ദുഹർ നിസ്കരിച്ചു. ദുഹർ നിസ്കാരത്തിന് ശേഷം വീണ്ടും ആ പ്രഭാഷണം പുനരാരംഭിച്ചു. അസ്ർ വരെ ആ പ്രഭാഷണം നീണ്ടു. ഞങ്ങൾ അസ്ർ നിസ്കരിച്ചു. അസ്റിന് ശേഷം വീണ്ടും പ്രഭാഷണം പുനരാരംഭിച്ചു. മഗ്രിബ് വരെ നീണ്ടു. മഗ്രിബിന്റെ സമയം കഴിഞ്ഞു. വീണ്ടും എൻ്റെ പ്രിയമുള്ളവരെ മഗ്രിബ് നമസ്കാരാനന്തരം അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും ആ പ്രഭാഷണം തുടർത്തുകയാണ്. ഇശാഇന്റെ സമയം വരെ. സുബ്ഹാനല്ലാഹ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, അന്ന് സുബ്ഹിന്റെ സമയം മുതൽ ഇശാഇന്റെ സമയം വരെ മുഴു സമയങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് വഅദ് പറഞ്ഞ ഒരേ ഒരു വിഷയം അത് നരകത്തെ സംബന്ധിച്ചാണ്. അന്ന് അല്ലാഹുവിന്റെ ഹബീബ് വഅദ് പറഞ്ഞ മുഴുവൻ പ്രിയമുള്ളവരെ നരകത്തെ സംബന്ധിച്ചായിരുന്നുവെന്ന് സയ്യിദിന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഹബീബായ പ്രവാചകരെ പറയാം, അതുകൊണ്ട് ഫല്ലഹഖൂ ഖലീല, നിങ്ങൾ കുറച്ച് ചിരിക്കണേ, ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിലെ ഓരോ ഭാഗങ്ങളെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവസാനം സ്വഹാബത്ത് മുഴുവനും കരഞ്ഞുപോയി നരകത്തെ ഓർത്തുകൊണ്ട്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിൻ്റെ 7 തട്ടുകളെ നമ്മുടെ ഉലമാ രേഖപ്പെടുത്തുന്നു ഇൻഷാ അല്ലാഹ്. അതിലേക്ക് മുമ്പ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളും ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഒരു ദിവസം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നൊരു സംഭവം ഉണ്ട്. ആ ബാങ്ക് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ബാങ്കുകൾ സംസാരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ദഖൽതു അന വ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഞാനും എൻ്റെ പ്രിയതമയായ ഫാത്തിമയും കൂടി അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ ഇങ്ങനെ കടന്നു ചെന്നു.
ആ സമയത്തോ ഫവജദ്നാഹു ബാക്കിയാ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കരയുകയാണ്. കരഞ്ഞ് 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 സങ്കടത്തോടെ വിഷമത്തോടെ പുന്നാര നബി തങ്ങൾ അവിടെ ഇരിക്കുമ്പോ നിങ്ങൾ ചോദിച്ചു, മാദാ യബ്കീക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് കരയിച്ച കാര്യം എന്താണ്? അങ്ങ് വിഷമിക്കാനുള്ള കാരണം എന്താണ്? ഉടനെ പ്രവാചകർ പറയുന്നു, റഅയ്തുൻ നിസാ ലൈലത്തുൻ നുസ്രി ബി ഇലസ്സമാ ഫീ ശിദ്ദത്തി അദാബ്. അല്ലയോ ഫാത്തിമ അലിയേ, ഞാനിതാ ഇസ്രാഇന്റെ രാത്രിയിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്കുള്ള യാത്രക്കിടയിൽ എനിക്ക് നരകം കാണിക്കപ്പെട്ടു ഫാത്തിമ. ആ നരകത്തിൽ ഞാൻ കണ്ട ഈ സമുദായത്തിലെ സഹോദരിമാരുടെ ആ അവസ്ഥകൾ ഓർത്തുകൊണ്ടാ ഞാൻ കരഞ്ഞു പോയതെന്ന് അല്ലാഹുവിന്റെ ഹബീബിതാ മറുപടി പറയുമ്പോ പുന്നാരമോള് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മല്ലദീ റഅയ്തു, നബി അങ്ങ് എന്താ കണ്ടത്? എന്ത് ശിക്ഷയാ അവരെ കുറിച്ച് നബി അങ്ങ് കണ്ടത്? പുന്നാര നബി തങ്ങൾ വിശദീകരിക്കുകയാണ്, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ മിൻ ശഅരിഹാ വയഗ്ലി ദിമാഹു റഅസിഹാ. ഒരു വിഭാഗം ആളുകളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തൃക്കാക്കരയിലുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ സംബന്ധിച്ച അല്ലാഹുവിന്റെ ഹബീബ് ദാ പറയുന്നത്, പുന്നാര നബി തങ്ങൾ പറയുന്നു, ഒന്നാമതായി ഞാൻ കണ്ട ശിക്ഷ അനുഭവിക്കുന്ന പെണ്ണിന്റെ അവസ്ഥ എന്തെന്നറിയാമോ? അവരുടെ തലമുടി കൊണ്ട് ശരീരം മുഴുവൻ ഇങ്ങനെ ഭരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. മാത്രമല്ല, തിളച്ചു മറിയുന്ന എണ്ണപാത്രത്തിലെ എണ്ണയെപ്പോലെ ആ പെണ്ണുങ്ങളുടേതായ ശരീരത്തിന്റെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുകയാണ്. ശരീരം മുഴുവൻ മുടി കൊണ്ട് വരിഞ്ഞു കെട്ടപ്പെട്ട്, മാത്രമല്ല ഇങ്ങനെ തലച്ചോര തിളച്ചു മറിയുന്ന പെണ്ണുങ്ങൾ. പിന്നെയും അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമത്തെ വിഭാഗം പറയുന്നു, നാഭ് കൊണ്ട് ബന്ധിക്കപ്പെട്ട പെണ്ണാണ്. ഖദ് അഖ്റജത് യദ്ഹാ മിൻ ളഹരിഹാ, അവരുടെ കൈകൾ അവരുടെ പുറകുഭാഗത്തു കൂടി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട്, മാത്രമല്ല അവരുടെ തൊണ്ടക്കുഴികളിലേക്ക് അല്ലാഹുവിന്റെ നരകത്തിലെ നേരത്തെ നാം പറയപ്പെട്ടതുപോലെ നരകത്തിലെ ടാറിങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കപ്പെടുകയാണ് അവരുടെ പിന്നെ തൊണ്ടക്കുഴികളിലേക്ക്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ വിഭാഗം ആളുകളെ കണ്ടു, സ്ഥലങ്ങൾ കൊണ്ട്, മാരടങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ വരിഞ്ഞു കെട്ടപ്പെട്ട പെണ്ണാട്. മാത്രമല്ല നേരത്തെ പറയപ്പെട്ട ആ നരകത്തിലെ പാപികളായ തുആമുൽ അസീം, ഇന്ന ശജറത്തസ് സഖൂം, തുആമുൽ അസീം, ആ നരകനിവാസികൾക്ക്, പാപികൾക്ക് അവിടെ ഭക്ഷിക്കാൻ കൊടുക്കപ്പെടുന്ന ഭക്ഷണമുണ്ടല്ലോ, സഖൂം, അത് അവരുടെ വായിന്റെ ഉള്ളിലേക്ക്, അവരുടെ തൊണ്ടക്കുഴികളിലേക്ക് ഇങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയോ എന്നെ പ്രിയമുള്ളവരെ, കൈകാലുകൾ കൊണ്ടും അവരുടെ മൂർധാവിലേക്ക് വരിഞ്ഞു കെട്ടപ്പെട്ട്, മാത്രമല്ല ആ ഒരു വിഭാഗം പെണ്ണുങ്ങളുടെ മേൽ കൈകാലുകൾ മൂർധാവിലേക്ക് വലിച്ചു കെട്ടപ്പെട്ട ആ ഒരു വിഭാഗം സ്ത്രീകളുടെ മേലെ അല്ലാഹുവിന്റെ നരകത്തിലെ വലിയ പാമ്പുകളെയും തേളുകളെയും അല്ലാഹു ഇങ്ങനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. പാമ്പുകൾ, തേളുകളൊക്കെ വിഷയങ്ങൾ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെടും മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയോ അടുത്ത വിഭാഗം ആളുകളെ കാണുകയാണ്, പിന്നെ അടുത്തൊരു വിഭാഗം സഹോദരിമാർ അവരവരുടെ ശരീരത്തെ തന്നെ, സ്വന്തം ശരീരം തന്നെ അവരുടെ ശരീരത്തെ അവരെങ്ങനെ ഭക്ഷിക്കുന്നുണ്ട്. അവരുടെ
പൃഷ്ഠഭാഗത്തുകൂടി അള്ളാഹുവിന്റെ നരകത്തിലെ കഠിനമായ തീ ഇങ്ങനെ കത്തിക്കപ്പെടുന്നുണ്ട്. പിന്നെയും പറയുന്നു, തീ കൊണ്ടുള്ള കത്രികകൾ കൊണ്ട് ശരീരത്തിന്റെ മാംസം ഇങ്ങനെ സ്വന്തമായി മുറിക്കുന്നൊരു വിഭാഗം ആളുകൾ. പിന്നെയും പറയുന്നു, മുഖമെല്ലാം കറുത്ത് കരുവാളിച്ച പോയ പെണ്ണുങ്ങൾ, അവരുടെ ആമാശയം പുറത്തേക്ക് ചാടുമ്പോൾ അത് വീണ്ടും അവരിങ്ങനെ വലിച്ചു വാരി തിന്നുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ. പിന്നെയും ഒരു വിഭാഗം ആളുകളെ കണ്ടു, അവർക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല, അവർ ബധിരരാണ്, അവർ മൂകരാണ്. മാത്രമല്ല തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പെട്ടിക്കുള്ളിൽ അവരെ അടച്ചിട്ടിരിക്കുകയാണ്. വന്നാറു, എന്നിട്ടോ മാത്രമല്ല പ്രിയമുള്ളവരെ, അവരുടെ തലച്ചോറിന്റെ പ്രിയമുള്ളവരെ അവരുടെ ശരീരത്തിന്റെ മറ്റു ദ്വാരങ്ങളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. മാത്രമല്ല അവരുടെ ശരീരം ഏറ്റവും ദുർഗന്ധമുള്ളതാണ്. കാരണം മിനൽ ബറസി വൽ ജുദാം, പാണ്ഡുരോഗവും കുഷ്ഠരോഗവും പിടിച്ചിട്ട് വലിയ ദുർഗന്ധം വമിക്കുന്ന. മാത്രമല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവരുടെ ഇങ്ങനെ തലച്ചോറ് ഉരുകിയിട്ട് ശരീരത്തിന്റെ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകി ഒരു തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പെട്ടികളുടെ ഉള്ളിൽ ബന്ധിക്കപ്പെട്ട അന്ധരായ അതുപോലെ തന്നെ ബധിരരായ മൂകരായ കണ്ണ് കാണാൻ കഴിയുന്ന സംസാരിക്കൂല ഒന്നും കഴിയാത്ത ഒരു വിഭാഗം സഹോദരിമാർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെയും പറയുന്നു, പിന്നൊരു വിഭാഗം പെണ്ണുങ്ങളെ കണ്ടു, അവരുടെ ശിരസ്സുകൾ പന്നിയുടെ തല പോലെയാ. അവരുടെ ശരീരം കഴുതയുടെ ശരീരമാണ്, പക്ഷേ അവരുടെ ശിരസ്സുകൾ പന്നിയുടെ. അങ്ങനെയുള്ള ഒരു വിഭാഗം. അവർക്കും അള്ളാഹുവിന്റെ നരകത്തിലെ ആയിരക്കണക്കിന് വിഭിന്നമായ ശിക്ഷകളിൽ നിന്നും അവരെങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെയും കണ്ടൊരു പെണ്ണിനെ, ആ വിഭാഗം പെണ്ണുങ്ങൾ അലാ സൂറത്തിൽ കൽബ്, നായയുടെ കോലത്തിലുള്ള ഒരു വിഭാഗം പെണ്ണുങ്ങളാണ്. അവരുടെ മുൻദ്വാരത്തിലൂടെ പാമ്പുകളും തേളുകളും പ്രിയമുള്ളവരെ കയറിപ്പോയിട്ട് അവരുടെ പൃഷ്ഠഭാഗത്തിലൂടെ ഇതിങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. തീ കൊണ്ടുള്ള ദണ്ഡുകൾ കൊണ്ട് ആ വിഭാഗം പെണ്ണുങ്ങളുടെ ശിരസിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാരാഞ്ഞടിക്കുന്നുണ്ട്. ഇങ്ങനെ ശിക്ഷ. ഇത് കേട്ടപ്പോ ഫഖാമത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നമോള് കരഞ്ഞു. എന്നിട്ടല്ല, കാരണം ഫാത്തിമ ഒരു പെണ്ണാണല്ലോ റളിയല്ലാഹു അൻഹ. സഹോദരിമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഒന്നാമതങ്ങ് പറഞ്ഞ പെണ്ണുങ്ങളുണ്ടല്ലോ, ശരീരം മുഴുവൻ മുടി കൊണ്ട് വരിഞ്ഞു കെട്ടപ്പെട്ട് തലച്ചോറിങ്ങനെ തിളച്ചു മറിയുന്ന വിഭാഗം പെണ്ണുങ്ങൾ, അവരാരാണെന്നറിയുമോ സഹോദരിമാരെ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ പറയുന്നു, ഫകാനത് ലാ തക്തുമു ശഅറഹാ മിനർ റിജാൽ, അന്യ പുരുഷന്മാരിൽ നിന്നും തലമുടി മറക്കാത്ത പെണ്ണുങ്ങളാണ്. അല്ലേ, ഇത് എത്ര ഗൗരവമുള്ള സംഗതിയാണ്. നമുക്കെന്ത് ഗൗരവം? മുമ്പ് ചരിത്രത്തിൽ എവിടെയോ വായിച്ചു പോയ ഒരു വലിയൊരു ചരിത്രത്തിന്റെ ഭാഗം, ഏതൊരു മഹതി, പേര് ഞാൻ ഓർക്കുന്നില്ല, വളരെ അതീവ രഹസ്യമായി വീടിന്റെ ആരും കാണാത്തൊരു ഭാഗത്തിരുന്ന് തൻ്റെ മുടി, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തലമുടി ഔറത്താണല്ലോ, അതിങ്ങനെ ചീകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ വീട്ടിലെ അന്യനായ മനുഷ്യൻ, അന്യപുരുഷൻ, വേലക്കാരനായ മനുഷ്യൻ എങ്ങനെയോ പിന്നെ മഹദി തൻ്റെ മുടി ചീകി വൃത്തിയാക്കുന്നത് കണ്ടു. സുബ്ഹാനല്ലാഹ്, ചരിത്രം പറയുന്നു, ഉടനെ തന്നെ അവരുടെ തല മുണ്ടനം ചെയ്തു. കാരണം അള്ളാഹുവെ, അയാളുടെ ഹറാമായ നോട്ടം പതിഞ്ഞ തലമുടി എൻ്റെ ഈ ശിരസിലുണ്ട്.
ആ ഒരു തലമുടി ഹറാമായ നിഷിദ്ധമായ നോട്ടം പതിഞ്ഞ ഒരു തലമുടി എൻ്റെ ഈ ശിരസിലുണ്ടായാൽ നാളെ നരകത്തിൽ എൻ്റെ ഈ ശിരസും പോകേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഏത് മുടിയാണെന്നറിയില്ല എന്ന് മനസ്സിലായി ആ തലമുണ്ടനം ചെയ്ത ചരിത്രം ഉമ്മമാരെ, സഹോദരിമാരെ നമുക്ക് പാഠമാണ്. എത്ര ഗൗരവമുള്ള വിഷയം മുഅ്മിനീങ്ങളെ. പെണ്ണുങ്ങളോടൊക്കെ നമുക്ക് ആണുങ്ങൾക്കത് പറയാനുള്ള ബോധം ഉണ്ടാവണം. ചില സഹോദരങ്ങളൊക്കെ അവരുടെ ഭാര്യമാരെ, പെൺമക്കളെയൊക്കെ കല്യാണത്തിനോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കണ്ടാൽ എന്തോ ഒരു എക്സിബിഷന് കൊണ്ടുവന്നമാതിരി, ഒരു പ്രദർശന വസ്തുവിനെ പോലെ. നാണമും ലജ്ജയും മുഅ്മിനീങ്ങളെ മനസ്സിലുണ്ടാവേണ്ട സംഗതിയല്ലേ. അൽ ഹയാ വൽ ഈമാനു ഖുരിനാ ജമീഅ വഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖറു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനും ലജ്ജയും ഒരു നാണയത്തിൻ്റെ വശങ്ങളെപ്പോലെ പരസ്പര പൂരകമാണ്, പരസ്പര ബന്ധിതമാണ്. ഒരാൾക്ക് ഒരു മനുഷ്യന്, ഒരു പെണ്ണിന് ലജ്ജയില്ലേ, ഒരു പെണ്ണിന് ലജ്ജയില്ലേ, അവൾക്ക് ഈമാനില്ലേ ലജ്ജയില്ല. രണ്ടും ഒരേ ഇതാണ്. ഈമാനില്ലേ ലജ്ജയില്ലേ ഈമാനില്ല. ഇതന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലജ്ജ മുസ്ലിം മങ്കമാർക്ക് നഷ്ടപ്പെട്ടു പോയ നിധിയാണ്. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു മടിയുമില്ലാതെ എൻ്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് ദയവ് ചെയ്ത് ഞാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കട്ടെ, ഹറാമായ നോട്ടം പതിയാനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കരുത്. മുടി എത്രത്തോളം ഗൗരവമാണെന്ന് ഈ ഹദീസിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ഞാൻ ചുരുക്കാം മുഅ്മിനീങ്ങളെ. പിന്നെയും അല്ലാഹുവിന്റെ ഹബീബ് കണ്ടത് ഫഅമ്മൽ മുഅല്ലഖതു ബിലിസാനിഹാ, നാവ് കൊണ്ട് വരിഞ്ഞു കെട്ടപ്പെട്ട പെണ്ണവൽ ഫകാനതു തുദീ സൗജഹാ ബിലിസാനിഹാ, സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്തുന്നവൾ, സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്തുന്നവർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്തിയാൽ നാളെ ഖിയാമത്ത് നാളിൽ ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ യൗമൽ ഖിയാമ 70 ദിറാഅ, നാളെ ഖിയാമത്ത് നാളിൽ പെണ്ണേ 70 മുഴം നീളമാണ് അല്ലാഹു നിന്റെ നാവിന് തരുന്നത്. ആ നാവ് കൊണ്ട് നിന്റെ ആ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ടിരിക്കും, കഴുത്തിങ്ങനെ ചുറ്റും ആ നാവ് കൊണ്ട്. ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരുപാട് പറയാൻ ഇൻഷാ അല്ലാഹ്, ഞാൻ ചുരുക്കാണ് മുഅ്മിനീങ്ങളെ. പിന്നെയും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വഅമ്മൽ മുഅല്ലഖതു ബിരിജിലൈഹാ, കൈകാലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട പെണ്ണ്, ഫകാനതും റഅതും തഖറുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജ്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്ന പെണ്ണാണ്. ഭർത്താവിന്റെ സമ്മതം നമുക്കൊന്നുമില്ലല്ലോ. ഗൾഫിൽ മിസ് കോൾ അടിക്കുന്ന പരിപാടി ഒന്നും ഇപ്പോഴില്ല. ഭർത്താവ് ഓൺലൈനിൽ ഇല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ പിന്നെ സമ്മതം ചോദിക്കുന്ന പരിപാടിയില്ല, ഒറ്റ പോക്കാണ്. ഭർത്താവിൻ്റെ സമ്മതം, ഒരുപാട് വിഷയങ്ങൾ പറയാണ്ട്. അനുസരണം എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അങ്ങനെ ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയ പെണ്ണ് മാത്രമല്ല, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകാത്ത പെണ്ണാണ്. മാത്രമല്ല, സ്വന്തം ശരീരം ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്നുന്ന പെണ്ണുങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ഭംഗിയാകുന്ന പെണ്ണോ, അന്യ പുരുഷന്മാർക്ക് വേണ്ടി ഭംഗിയാകുന്ന പെണ്ണാടോ. മാത്രമല്ല, ഗീബത്തെന്ന് പറയുന്ന, പരദൂഷണമെന്ന് പറയുന്ന ആ മോശപ്പെട്ട പ്രവർത്തനവുമായി നടക്കുന്ന പെണ്ണാണ്. എന്താ പറഞ്ഞത്? അന്യ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ, അതൊക്കെ മാറി ഭർത്താവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ള ലക്ഷ്യന്മാരെ കല്യാണത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പെണ്ണുങ്ങൾ ഏറ്റവും മാക്സിമം അടിച്ച് പൊളിച്ച് നല്ല ക്വാളിറ്റിയുള്ള അത്രയൊക്കെ പൂശി, സ്പ്രേ. ഒരു പെണ്ണ് സ്പ്രേ അടിച്ചിട്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ സുഗന്ധം, എൻ്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒരല്പം ശ്വസിച്ചിട്ട് ആ പെണ്ണിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കി ആ ഹറാമ് ചെയ്യിപ്പിച്ചതിൻ്റെ കുറ്റം സഹോദരി നിനക്കുണ്ട്. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയെന്നും പറഞ്ഞാൽ മനഃപൂർവ്വം നോക്കിയാൽ കുറ്റം കിട്ടാക്കെ ചെയ്തിട്ട്. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, അവരെ അടിച്ചുകൊണ്ട് നമ്മൾ നോക്കിയെന്ന് അങ്ങനെയല്ല, അത് ശിക്ഷ ഉണ്ട്. അറിയാതെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പോയപ്പോൾ ഒരു അറിയാതെ കണ്ടു, നമ്മൾ നോട്ടം പിൻവലിച്ചു, ഇത് പ്രശ്നമില്ല. ഇതിപ്പം മനഃപൂർവ്വം രണ്ടാം നോക്കാന്ന് വെച്ചാൽ അത് നല്ല വലിയ രസമുള്ള ഏർപ്പാടൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇഷ്ടം പോലെ എത്ര നമുക്ക് പറഞ്ഞു കൊടുക്കാം, എത്ര നമുക്ക് തല്ലിക്കൊല്ലാൻ പറ്റുമോ? എത്ര പറഞ്ഞാലും കേൾക്കൂലല്ലോ. വയലിന് പോയാലും മരിച്ചു വീട്ടിൽ പോയാലും നല്ലോണം ഇങ്ങനെ അടിച്ചിട്ടേ പോവുള്ളൂ. സഹോദരിമാരെ, നമ്മൾ ഹറാമ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കുകയാണ്.
ഞാൻ ആലോചിക്കാറുണ്ട്, ഇതിനൊക്കെ കെട്ടിയ ഭർത്താക്കന്മാർക്ക് നട്ടലില്ലാതോ ദീനീബോധം ആണുങ്ങളാവാത്തതിന് ദീനീബോധം വേണ്ടേ മനുഷ്യന്മാരായ? എത്ര ഉപ്പമാരാ വിഷയം ശ്രദ്ധിക്കുന്നവരുണ്ട്. ഭാര്യയും അതുപോലെ തന്നെ നമ്മുടെ പ്രായപൂർത്തിയായ പെൺമക്കളൊക്കെ പോകുമ്പോൾ അവർ ഈ രീതിയിലുള്ള സുഗന്ധലേപനങ്ങൾ ചെയ്യും. മുഅ്മിനീങ്ങളെ എത്ര ആൾക്കാരത് ചെയ്യല്ലേ ഹറാമാണെന്ന് പറഞ്ഞെടുക്കാൻ നമുക്ക് ബോധം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവണം മുഅ്മിനീങ്ങളെ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് രക്ഷിതാവ്? നമുക്ക് ബാധ്യതയില്ലേ? നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ? അത് നമ്മൾ നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെയും ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫഅമ്മല്ലതീ ജസദുഹാ ബിമിഖറാളിൻ മിനന്നാർ, നരകത്തിന്റെ അഗ്നി കൊണ്ടുള്ള കത്രികകളാൽ ശരീരം മുറിക്കുന്ന പെണ്ണ്, ഫകാനത് തശ്ഹുറു നഫ്സഹാ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ എക്സിബിഷൻ പോലെ ഒരു പ്രദർശന വസ്തുവാക്കി സ്വന്തം ശരീരത്തെ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ച പെണ്ണാട്. മാത്രമല്ല വതുഹിബ്ബു കുല്ലു മൻ യറാഹാ ബിഹാദിഹി സീനതി മിനർ റിജാൽ, എന്റെ സൗന്ദര്യം കുറച്ച് ആണുങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശരീരത്തിന്റെ സൗന്ദര്യം വെളിവാക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും മറ്റു ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ പെണ്ണാട്. ആ തീ കൊണ്ടുള്ള കത്രിക കൊണ്ട് ശരീരം കീറിമുറിക്കുന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. കാരണം വസ്ത്രം, അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ തലമുടി മറക്കാത്ത വിഷയം, ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവസാനം പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പന്നിയുടെ രൂപത്തിൽ കണ്ട പെണ്ണ് അവള് ഫഖാനത്തിൻ മാമത്തുൻ വകാദിബത്തുൻ, അവള് നാവ് തുറന്നാൽ പച്ച നുണയെ പറയുള്ളൂ. നമാമത്തുൻ, അതുപോലെ തന്നെ നമാമി പരദൂഷണവുമായി നടക്കുന്ന പെണ്ണാണ്. ഏഷണയും പരദൂഷണവുമായി നടക്കുന്ന, ഏഷണിയും പറഞ്ഞ് നടക്കുക, ആൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി. ഇവിടെ ഒന്ന് പറയാ, അതൊക്കെ ഇന്നത്തെ ഇവിടുത്തെ സഹോദരിമാരെ കുറിച്ചല്ല കേട്ടോ, നല്ല ആൾക്കാരാ. മറ്റുള്ള നാട്ടിലേക്ക് എന്ത് ചെയ്യുക, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ താത്താൻ്റെ അടുത്ത് പോകുന്നു പറയാ, ഇവര് പറഞ്ഞതിൻ്റെ ഡബിളായിട്ട് പോയിട്ട് അപ്പുറത്ത് പറയാം. ഇവർ തമ്മിൽ ചീത്ത വിളിക്കുന്ന തല്ലുവിടുന്ന ഈ നോക്കിയിട്ട് താത്ത ചിരിക്കുക. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇഫ്സാദും ബൈനന്നാസ് ഇഷ്ടം പോലുണ്ട്. മുഅ്മിനീങ്ങളെ കുടുംബങ്ങളിൽ കച്ചടയും പ്രശ്നവും പരസ്പരം ഫിത്തിന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുത്താം. നിന്നെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞ്, അവരിങ്ങനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അങ്ങനെ നമീമത്തുമായി നടക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനെയുള്ളവരാണ് മുഅ്മിനീങ്ങളെ. കളവ് പറയുന്ന പെണ്ണുങ്ങൾ, അങ്ങനെയുള്ളവരാണ് നാളെ അള്ളാഹുവിൻ്റെ ആ നരകത്തിൽ പന്നികളുടെ കോലത്തിൽ ഹാജരാക്കപ്പെടുന്നത്. ഫഅമ്മല്ലതീ കാനത് അലാ സൂറത്തുൽ കൽബി ഫകാനത് ഫത്താനതുൻ, അവൾ ഫിത്ന പറയുന്ന ഫിത്നയുമായി ബന്ധപ്പെടുന്ന ആളായിരുന്നു. മാത്രമല്ല അവരുടെ സ്വന്തം ഭർത്താവിനോട് കോപത്തോടെ പെരുമാറുന്ന പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര ഒരു ഭർത്താവിനോട് കോപിക്കുന്ന പെണ്ണല്ലേ. എന്തെങ്കിലും നിസാര വിഷയം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് എത്രയാ തന്നത്, പോരാഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെയും തന്നില്ലേ 40 പോനും കൂടി, അവിടെ നിന്ന് ഇത്ര എഴുതി തന്നില്ലേ, ഇത്ര സ്ഥലത്തിന് ഇത്ര വിലയുള്ള സ്ഥലത്തിന് ഇത്ര എഴുതി തന്നില്ലേ, ഇത്ര പറമ്പ് തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു പെണ്ണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൾ നാളെ അള്ളാഹുവിൻ്റെ നരകത്തിൽ നായയുടെ കോലത്തിൽ അവൾ ശിക്ഷ അനുഭവിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഖാലത്തിൽ സൗജിഹാ അലൈക ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ലഅനത്ത് നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വഹിയ ളാലിമ, അവൾ അക്രമിയാണ്. ലഅനല്ലാഹു തആല മിൻ ഫൗഖി സബ്ഇ സമാവാതിൻ കുല്ല ശൈഇൻ ഖലഖഹു അല്ലാഹു തആല ഇല്ല സഖലി. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും ആ പെണ്ണിന്റെ മേല് അള്ളാഹുവിനോട് ശാപത്ത് ചോദിക്കുമെന്ന് അള്ളാഹിന്റെ ഹബീബ് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സംഭവങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പറയാനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നല്ല രീതിയിൽ പെരുമാറിയാളല്ലേ. ഒരു പെണ്ണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയിട്ടൊരു വസ്ത്രം കഴുകിയാൽ പോട്ടെ, ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രതിഫലം മുഅ്മിനീങ്ങളെ വല്ലാത്തതാണ്, പറഞ്ഞാൽ തീരൂല. ഇൻഷാ അല്ലാഹ് ഇനി ഒരു അവസരത്തിൽ നമുക്ക് ആ ഭാഗം പ്രവേശിക്കാം. അർഹമുറാഹിമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.